കർത്താവിൻ്റെ അതിശക്തമായ നാമത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ಕರ್ತಾವಾಯ യേശുവിൻ്റെ നാമത്തിൽ ಸ್ನೇಹ ವಂದನತೆ അറിയിക്കുകയാണ്. ಸರಿ ಬಂದು ನಿಮಗೆ ಎಲ್ಲರಿಗೂ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನ ಹೆಸರಲ್ಲಿ ಪ್ರೀತಿಯ ವಂದನೆಗಳು ಸಲ್ಲಿಸ್ತೀನಿ. ಪ್ರೈಸ್ ಲಾರ್ಡ್. ಆಮೆನ್. ആമേൻ. പുതിയതായിട്ട് കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് വ്യത്യസ്തിക്കുന്നു. ಹೊಸದಾಗಿ ಬಂದಿರೋ ಎಲ್ಲರನ್ನು ನೆನೆಸಿ ದೇವರಿಗೆ ಸ್ತೋತ್ರವನ್ನು ಸಲ್ಲಿಸ್ತೀನಿ. ಆಮೇನ್. ಆಂಟಿ ಕನ್ನಡ ಓಕೆ ಪ್ರೆಸ್. യെസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമ്മെ ആശീർവാദ ಮಾಡಲಿ. സ്തോത്രം. ആമേൻ. ആമേൻ. Praise the Lord. Praise the Lord. Hallelujah. 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 കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോഴാണ് നമ്മൾ എല്ലാ സമൃദ്ധിയും അനുഭവിക്കുന്നത്. ಅಲ್ಲಿ ಕರ್ತನ ಹತ್ರ ಬರುವಾಗ ನಾವೆಲ್ಲ ಸಮೃದ್ಧಿಯನ್ನು ಅನುಭವಿಸ್ತೀವಿ. സ്തോത്രം. ಆಮೆನ್. Hallelujah. Hallelujah. സമാധാനത്തിൻ്റെ പരിപൂർണത യേശുവിൻ്റെ അടുക്കലുണ്ട്. സമാധാനದ പൂർണ്ണതയോ ಕರ್ತನ ಹತ್ರನೇ ಇರುವುದು. സന്തോഷത്തിന്റെ പൂർണ്ണത യേശുവിന്റെ അടുക്കലുണ്ട്. സന്തോഷದ പൂർണ്ണതയും കರ್ತನ ಹತ್ರನೇ ಇರುವುದು. ആമേൻ. ആമേൻ. കൃപയുടെ പൂർണ്ണത യേശുവിന്റെ അടുക്കലുണ്ട്. കൃപಯ പൂർണ്ണതയും കರ್ತന ಹತ್ರನೇ ಇರುವುದು. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നമ്മൾ ആമേൻ കർത്താവിനെ ആരാധിച്ചിട്ട് ನಾವು ಕರ್ತನನ್ನು ಆರಾಧನೆ ಮಾಡಿ നമ്മൾ കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ വേണ്ടിയാണ് വരുന്നത്. ನಾವು ಕರ್ತನಿಂದ ಹೊಂದಿಕೊಳ್ಳುವುದಕ್ಕಾಗಿ ಬರ್ತೀವಿ. സ്തോത്രം. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ നിറവിൽ നിന്ന് നമുക്ക് കൃപമേൽ കൃപ ലഭിക്കുന്നു. ಕರ್ತನ ತುಂಬಿಕೆಯಿಂದ ನಮಗೆ ಹಲ್ಲೇಲೂಯ ಅದು നിറವಾಗಿ ಬರುತ್ತೆ. കർത്താവിന്റെ കൃപയിൽ നിന്ന് നമുക്ക് കൃപമേൽ കൃപ ലഭിക്കുന്നു. ಕರ್ತನ ತುಂಬಿಕೆಯಿಂದ ನಮಗೆ ಕೃಪೆಯ ಮೇಲೆ ಕೃಪೆಯನ್ನು ಸಿಕ್ಕುತ್ತದೆ. സ്തോത്രം. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു മെസ്സേജ് പറഞ്ഞായിരുന്നു, ഓർക്കുന്നുണ്ടോ? ನಾವು ಹೋದ ವಾರ ಒಂದು ಮೆಸೇಜ್ ಅನ್ನು ಹೇಳಿದ್ರೆ ನೆನಪಲ್ಲೇ ಇದೆಯಾ? രോഗശാന്തിയെ കുറിച്ച് അല്ലേ? രോഗസൗഖ്യത്തെ കുറിച്ചാಗಿ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ മെസ്സേജ് തീർന്നില്ലായിരുന്നു. ನಾವು ಹೋದ ವಾರ ಮೆಸೇಜ್ ಅನ್ನು ಕಂಪ್ಲೀಟ್ ಮಾಡಿರಲಿಲ್ಲ. ഞാൻ ഓർത്ത് തീർന്നു വന്ന് ನಾನು ನೆನೆಸ್ಕೊಂಡೆ ಮುಗಿಯಿತು ಎಂದು. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് കുറച്ച് ഭാഗം കൂടെ ഉണ്ട്. അതിന് ಇನ್ನೂ ಸ್ವಲ್ಪ ಭಾಗ ಕೂಡ ಉಂಟು. ആമേൻ. ആ വിഷയങ്ങളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ്. ಆ ವಿಷಯಗಳಿಗೆ ಹೋಗೋದಕ್ಕೆ ಇಷ್ಟಪಡ್ತೀವಿ. ആമേൻ. ദൈവം നമുക്ക് വിടുതലും ജയവും തരട്ടെ. ಆಮೇಲೆ ಕರ್ತನು ನಮಗೆ ಬಿಡುಗಡೆಯನ್ನು ಜಯವನ್ನು ಕೊಡಲಿ. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഈ പ്രാർത്ഥനയ്ക്ക് ഭയങ്കരമായ ശക്തിയും ബലവും ഉണ്ട്. പ്രാർത്ഥനയ്ക്ക് ಬಹಳ ವಿಧವಾದ ಶಕ್ತಿ ಬಿಡುಗಡೆಯೂ ಉಂಟು. എത്ര വലിയ പ്രശ്നങ്ങളാണേലും പ്രാർത്ഥിക്കാനുള്ളതുണ്ടോ അതിന് പരിഹാരം ദൈവം തരും. ಎಷ್ಟು ದೊಡ್ಡ ಸಮಸ್ಯೆ ಆದ್ರೂ ನೀವು ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾ ಇರುವರ ಅದು ಬಿಡುಗಡೆ ಉಂಟು. ആമേൻ. പ്രാർത്ഥിക്കാൻ ആള് വേണം. ಅದು ಪ್ರಾರ್ಥನೆ ಮಾಡಕ್ಕೆ ಜನರು ಇರಬೇಕು. വിടുതൽ ദൈവം തരും. ಬಿಡುಗಡೆಯು ದೇವರು ಕೊಡುತ್ತಾರೆ. സ്തോത്രം. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈ രോഗത്തിന്റെ വിവിധങ്ങളായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ನಾವು ಹೋದ ವಾರ ರೋಗದ ವಿವಿಧ ಹಲವಾರು ವಿಧಗಳ ಕುರಿತಾಗಿ ನಾವು ಚಿಂತೆ ಮಾಡಿದ್ದು. എന്നാൽ ಆದರೆ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ನಾವು ಹೊಸ ಒಡಂಬಡಿಕೆ ಬರುವಾಗ യഥാർത്ഥ രോഗത്തെക്കുറിച്ച് ಯಥಾರ್ಥವಾದ ರೋಗದ ಕುರಿತು ആമേൻ പറഞ്ഞിട്ടുണ്ട്. ಅಲ್ಲಿ ಬರೆದಿದ್ದಾರೆ. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. യഥാർത്ഥ രോഗം ಅಲ್ಲಿ ಯಥಾರ್ಥವಾಗಿ ರೋಗವೇನು ಎಂದು ಬರೆದಿದ್ದಾರೆ. ಅದು ശരീരത്തിന്റെ രോഗമല്ല. ಅದು ಶರೀರದಲ್ಲಿ ಬರುವ ರೋಗವಲ್ಲ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ശരീരത്തിന്റെ രോഗത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ಹೋದ ವಾರ ನಾವು ಶರೀರದಲ್ಲಿ ನಾವು ಅನುಭವಿಸುವ ರೋಗಗಳ ಕುರಿತಾಗಿ ಹೇಳಿದೀವಿ. പുതിയ നിയമം ഫോക്കസ് ചെയ്യുന്നത് ಆದ್ರೆ ಹೊಸ ಒಡಂಬಡಿಕೆಯನ್ನು ಗುರುತಿಡುವುದು മനുഷ്യ ആത്മാവിന് ഉണ്ടാകുന്ന രോഗത്തെക്കുറിച്ചാണ്. ಮನುಷ್ಯರ ಆತ್ಮನಲ್ಲಿ ಉಂಟಾಗುವ ರೋಗದ ಕುರಿತಾಗಿದೆ. ആത്മാവിന് രോഗം ഉണ്ടാവുമോ? ಆತ್ಮನಲ್ಲಿ ರೋಗ ಉಂಟಾಗುತ್ತದಾ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആത്മാവിന് രോഗം ഉണ്ടാകും. ಆತ್ಮನಲ್ಲಿ ರೋಗ ಉಂಟಾಗುತ್ತದೆ.
ആമേൻ. ಆಮೇನ್. ആത്മാവ് ബലഹീനപ്പെടാം. ಆತ್ಮವು ಬಲಹೀನವಾಗಬಹುದು. ചില വചനങ്ങൾ വായിച്ചുകൊണ്ട് വേഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും. ಕೆಲವು ವಾಕ್ಯಗಳು ಓದಿ ನಾವು ಬೇಗನೆ ಮುಂದೆ ಹೋಗಬೇಕಾಗುತ್ತದೆ. ഹല്ലേലൂയ. ಆಮೇನ್. ഒന്നാമതായിട്ട് 1 യോഹന്നാന്റെ ലേഖനം 1 ಯೋವಾನ್ ಬರೆದ ಪತ್ರಿಕೆ 1ನೇ ಅಧ್ಯಾಯ 2ാം വാക്യം വായിക്കാം. 2ನೇ ವಾಕ್ಯ. 1 John 1:2 words. ഒന്ന് രണ്ട് ഭാഷ പെട്ടെന്ന് വായിച്ചോ. 1 യോഹന്നാൻ 1:2 ഞങ്ങളുടെ കൈ തൊട്ട് ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതും. സോറി ആദ്യം തന്നെ വചനം ഞാൻ തെറ്റിച്ചാ പറഞ്ഞേ. 2 യോഹന്നാൻ 2ാം വാക്യം. 2ನೇ ಯೋವಾನ 2ನೇ ವಾಕ್ಯ. സത്യത്തെ അറിഞ്ഞിരിക്കുന്നവർ എല്ലാവരും സത്യത്തെ സ്നേഹിക്കുന്ന മാന്യനായകർക്കും മക്കൾക്കും മൂപ്പനായ ഞാൻ എഴുതുന്നത് പിതാവായ ദൈവത്തിങ്കൽ നിന്നും. ഒരു വാക്യം കൂടി വായിക്കാം. 3 യോഹന്നാൻ 1ാം വാക്യം ഒന്ന് വായിച്ചു. 1, 2. 3 ಯೋವಾൻ 1:2. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഒരു ഭാഷ കൂടെ വായിച്ചത്. മൂപ്പനായ ഞാൻ സത്യത്തെ സ്നേഹിക്കുന്ന പ്രിയ ഗായോസിനെ എഴുതുന്നത്. പ്രിയനേ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നതുപോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ. ഒരു ഭാഷ കൂടെ വായിച്ചേ. ഇംഗ്ലീഷിലൊന്ന് വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ഈ പദം നിങ്ങൾ ശ്രദ്ധിക്കുക. ಹೇಳಿದ್ದು ನೀವು ಗಮನಿಸಿ. നിന്റെ ആത്മാവ് ശുഭം. നിന്റെ ആത്മാവ്. ನಿನ್ನ ಆತ್ಮವು ಅಭಿವೃದ್ಧಿಯಾಗಿರುವ. പരിശുദ്ധാത്മാവല്ല, ಪವಿತ್ರಾತ್ಮನಲ್ಲ. നിന്റെ ആത്മാവ്. ನಿಮ್ಮ ಆತ್ಮವು സുഖമായിരിക്കുന്നത് പോലെ ಅದು ಅಭಿವೃದ್ಧಿ ಆಗಿರುವ ರೀತಿಯಲ್ಲಿ നീ എല്ലാത്തിലും സുഖമായും ശുഭമായും ഇരിക്കണം. ನೀನು എല്ലാ ವಿಷಯದಲ್ಲಿನೂ ಸುಖವಾಗಿಯೂ ಅಭಿವೃದ್ಧಿ ಆಗಿಯೂ ಇರಬೇಕು. ഞാൻ ഒത്തിരി വിശദീകരിക്കുന്നില്ല, ತುಂಬಾ ವಿಶದೀಕರಣವು ಮಾಡ್ತಾ ಇಲ್ಲ. ആത്മാവിന്റെ സുഖം, ಆತ್ಮದಲ್ಲಿ ಇರುವ ಆ ಸುಖವು അത് നമ്മളുടെ പൂർണ്ണ സൗഖ്യത്തിന് കാരണമാകും. ಅದು ನಮ್ಮ ಪೂರ್ಣವಾದ ಸೌಖ್ಯಕ್ಕೆ ಕಾರಣವಾಗುತ್ತದೆ. സ്തോത്രം. ಆಮೆನ್. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച വിഷയം, ನಾವು ಹೋದ ವಾರ ಚಿಂತೆ ಮಾಡಿದ ವಿಷಯ, രോഗങ്ങൾ ശരീരത്തിന് എങ്ങനെയൊക്കെ വ്യാപരിക്കാം, ರೋಗವು ನಮ್ಮ ಶರೀರದಲ್ಲಿ ವ್ಯಾಪರಿಸಬಹುದು, അതൊക്കെ എന്ത് സംഭവിക്കാമെന്ന് ചിന്തിച്ചു. ಅದು ಆವಾಗ ಅದು ಏನು ಸಂಭವಿಸುತ್ತೆ ಎಂಬುದಾಗಿ ಕೂಡ ನಾವು ಚಿಂತೆ ಮಾಡಿದರು. ശരീരത്തിന് ഒരു രോഗം വന്നാൽ, ಶರೀರದಲ್ಲಿ ಒಂದು ರೋಗ ಬಂದರೆ, ആ രോഗം കൂടിയാൽ, ಆ ರೋಗವು ಹೆಚ್ಚಾಗಿದರೆ, എന്നിട്ട് ആ വ്യക്തി മരിച്ചാൽ, ಆ ರೋಗದಲ್ಲಿ ಆ ವ್ಯಕ್ತಿ ಸತ್ತು ಹೋದರೆ, ആമേൻ, ഒന്നും സംഭവിക്കുന്നില്ല. ಏನು ನಡೆಯುವುದಿಲ್ಲ. സ്തോത്രം. ಆಮೆನ್. ഒന്നും സംഭവിക്കുന്നില്ല. ಏನು ಸಂಭವಿಸುವುದಿಲ್ಲ. കർത്താവ് പറഞ്ഞു, ಕರ್ತನು ಹೇಳಿದರು, ഒരു ലാസർ ಒಂದು ಲಾಜರು രോഗിയായി കിടന്നു, ಆತನು ರೋಗಿಯಾಗಿ ಮಲಗಿದನು, മരിച്ചു. ಆತನು ಸತ್ತನು. അവന്റെ ആത്മാവിനെ ദൂതന്മാർ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി, സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ಅವನ ಆತ್ಮನು ಹಾಲಲ್ಲಿ ದೂತರುಗಳು ಬಂದು ಅಬ್ರಹಾಮಿನ ಎದೆಗೆ ತಗೊಂಡೋಗಿದೆ. ശരീരത്തിൽ രോഗിയായ മരിച്ചേ, ಶರೀರದಲ್ಲಿ ರೋಗಿಯಾಗಿನೇ ಆತನು ಸತ್ತದು. പക്ഷെ ആത്മാവിന് ഒരു കുഴപ്പമില്ല. ಆದರೆ ಆತನ ಆತ್ಮಕ್ಕೆ ಏನು ತೊಂದರೆಯೂ ಆಗಲಿಲ್ಲ. കർത്താവിന്റെ വരവെങ്കിൽ ലാസർ അവന്റെ ശരീരം ഉയർത്തെഴുന്നേക്കും. ಹಾಲಲ್ಲಿ ಕರ್ತನ ಬರವಣಿಗೆಯಲ್ಲಿ ಲಾಜರ್ನ ಶರೀರ ಕೂಡಿ ಪುನರುತ್ಥಾನ ಹೊಂದುತ್ತಾರೆ. എന്നാൽ അതിന് താഴെ ഒരു ധനവാൻ ഉണ്ടായിരുന്നു. ಆದರೆ ಅಲ್ಲಿ ಒಂದು ಧನವಂತನಿತ್ತು. ആ വ്യക്തി മാനസാന്തരപ്പെടാതെ മരിച്ചു. ಆ ವ್ಯಕ್ತಿಯು ಮಾನಸಾಂತರ ಹೊಂದಾದೆ ಸತ್ತು ಹೋಗಿದ್ದನು. പുള്ളിയുടെ ആത്മാവിനെ തീക്കകത്തോട്ട് കൊണ്ടുപോയിട്ടു. ಅವನ ಆತ್ಮನನ್ನು ನರಕಕ್ಕೆ ತಗೊಂಡೋಗಿದೆ. ശരീരത്തിന് രോഗമൊന്നും ഉണ്ടായിരുന്നില്ല, ಶರೀರದಲ್ಲಿ ರೋಗವೇನೂ ಇರಲಿಲ್ಲ, സുഖമായിട്ടായിരുന്നു ജീവിച്ചത്. ಆ ಧನವಂತನು ಸುಖವಾಗಿ ಬಾಳ್ತಾ ಇದ್ರು. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. അപ്പോൾ
ഏതാണ് പ്രധാനം? ಇದರಲ್ಲಿ ಯಾವುದಾಗಿದೆ ಪ್ರಧಾನ ಮುಖ್ಯವಾಗಿರೋದು? സ്തോത്രം. ಆಮೆನ್. നമ്മൾ ആദ്യം പറഞ്ഞു ನಾವು ಮೊದಲನೇದಾಗಿ ಹೇಳಿದೆ, ആത്മാവിന്റെ സുഖം ശരീരത്തിന് സുഖം തരും. ಆಮೇಲೆ ನಮ್ಮ ಆತ್ಮದಲ್ಲಿ ಇರದ ಸುಖವು ನಮ್ಮ ಶರೀರಕ್ಕೂ ಆ ಸುಖ ಕೊಡ್ತಾರೆ. അത് കിട്ടിയില്ലെങ്കിൽ ಅದಕ್ಕೆ ಸಿಕ್ಕಲಿಲ್ಲ ಅಂದ್ರೆ ചില മരുന്നുകളുണ്ട്. ಕೆಲ ಔಷಧಿಗಳು ಉಂಟು. പ്രൈസ് ദി ലോർഡ്. അവസാനത്തേതാണ് മരണം. ಆಮೇಲೆ ಕೊನೆಯದಾಗಿದೆ ಮರಣವು. പൗലോസ് അപ്പോസ്തലന്റെ ശരീരത്തിന് ഒരു രോഗം ഉണ്ടായിരുന്നു. ಪೌಲೋಸ್ ಅಪೊಸ್ತಲನ ದೇಹದಲ್ಲಿ ಒಂದು ರೋಗವಿತ್ತು. കർത്താവ് പറഞ്ഞു, പൗലോസ് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. ಪೌಲನು 3 ಸತ್ತು ದೇವರ ಹತ್ರ ಬೇಡಿಕೊಂಡಿದ್ರು. അപ്പം കർത്താവ് പറഞ്ഞു, ಆಗ ಕರ್ತನು ಹೇಳಿದರು, എൻ്റെ കൃപ നിനക്ക് മതി, ನನ್ನ ಕೃಪೆಯು ನಿನಗೆ ಸಾಕು. സ്തോത്രം. ಆಮೆನ್. അപ്പം ചില രോഗങ്ങൾ സഹിക്കാനുള്ള ഒരു കൃപ ദൈവമക്കൾക്ക് ദൈവം തരും. ಆಮೇಲೆ ಕೆಲ ರೋಗಗಳನ್ನು ಸಹಿಸಿಕೊಳ್ಳಬೇಕಾಗಿರುವ ಕೃಪೆಯನ್ನು ದೇವರ ಮಕ್ಕಳಿಗೆ ದೇವರು ಕೊಡ್ತಾರೆ. അത് പ്രാർത്ഥിച്ചിട്ടില്ല മാറിയല്ലെന്ന് ദൈവം പറഞ്ഞാൽ സഹിച്ചോണം. ദൈവം പറഞ്ഞാൽ സഹിച്ചാൽ മതി, ഇല്ലെങ്കിൽ പ്രാർത്ഥിച്ച് ദൈവം മാറ്റും. ಅದು ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ರೆ ಇಲ್ಲಿ ಸೌಖ್ಯ ಕೊಟ್ಟಿಲ್ಲ ಅಂದ್ರೆ ಅದು ಸಹಿಸೋದಕ್ಕೆ ಕೃಪೆ ಕೊಟ್ರೆ ನೀವು ಸಹಿಸಬೇಕು. അങ്ങനെയല്ല പറഞ്ഞത്. ആമേൻ. പ്രാർത്ഥിച്ചിട്ട് മാറത്തില്ല എന്ന് ദൈവം പറഞ്ഞാൽ, ദൈവം ഉത്തരം പറഞ്ഞാൽ നമ്മൾ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. പിന്നെ സഹിക്കാനുള്ള കൃപ. ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ರೇലും ಅದು ಸೌಖ್ಯವಾಗೋದಿಲ್ಲ ಎಂದು ದೇವರು ಹೇಳಿದರೆ ಅದಕ್ಕೆ ಬೇಕಾಗಿರೋ ಸಹಿಸಿಕೊಳ್ಳಲು ಬೇಕಾಗಿರೋ ಕೃಪೆಯನ್ನು ದೇವರ ಹತ್ರ ಬೇಡಿದರೆ ಸಾಕು, ദൈവം തരും. ದೇವರು ಅದು ಕೊಡ್ತಾರೆ. വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. ಆಮೇಲೆ ಬಹಳ ಶ್ರದ್ಧೆಯಿಂದ ಇರಬೇಕು. പ്രൈസ് ദി ലോർഡ്. ಆಮೇಲೆ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പ്രകൃതിയുടെ ദോഷവശം കൊണ്ട് രോഗമുണ്ടാകാം. ಅಲ್ಲಿ ಹೋದ ಸರಿ ನಾವು ಹೇಳಿದ್ರು, ಪ್ರಕೃತಿಯ ದೋಷ ಬಲಗಳಿಂದ ಕೆಲ ರೋಗಗಳು ചില ಉಂಟಾಗುತ್ತದೆ. ഡിസോർഡറുകൾ തലമുറകളായിട്ട് വരുന്നതും ശാരീരികമായിട്ട് വരുന്നതും രോഗമുണ്ടാക്കാം. ಅಲ್ಲಿ ತಲೆಮಾರುಗಳಿಂದ ಬರುವ ಕೆಲ ಡಿಸಾರ್ಡರ್ ಇಂದ ನಮಗೆ ರೋಗಗಳು ಉಂಟಾಗುತ್ತದೆ. ചില അശുദ്ധമായ കാര്യങ്ങൾ നമ്മൾ ഉള്ളിൽ ചെന്നാൽ നമുക്ക് രോഗം ഉണ്ടാകാം. ಕೆಲ ಅಶುದ್ಧವಾದ ವಸ್ತುಗಳಿಂದ ನಮಗೆ ಒಳಗಡೆ ಹೋದ್ರೆ ಅದರಿಂದ ರೋಗ ಉಂಟಾಗುತ್ತದೆ. സ്തോത്രം. ಆಮೇಲೆ പകർച്ചവ്യാധികൾ വരാം. ಹರಡುವ ರೋಗಗಳು ಬರಬಹುದು. സാത്താൻ അറ്റാക്ക് ചെയ്യാം. ಸೈತಾನನು ನಮ್ಮನ್ನು ಅಟ್ಯಾಕ್ ಮಾಡಬಹುದು. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് രോഗം വരാൻ. ರೋಗ ಬರಕ್ಕೆ ಹಲವಾರು ವಿಷಯಗಳುಂಟು. വാർദ്ധക്യം ഒരു രോഗമാണ്. ಅಲ್ಲಿ ನಾವು ವಯಸ್ಸಾಗುವುದು ಒಂದು ರೋಗವಾಗಿದೆ. ആർക്കും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു രോഗമാണ് വാർദ്ധക്യം. ಯಾರ್ക്കും ತಪ್ಪಿಸೋದಕ್ಕೆ ಸಾಧ್ಯವಾಗದ ಒಂದು ವಿಷಯವಾಗಿದೆ ವಯಸ್ಸಾಗುವುದು. ഇതൊക്കെ കാരണങ്ങളാണ്, ಅದೆಲ್ಲ ശരീരത്തിന്റെ കാര്യങ്ങളാണ്. ಅದೆಲ್ಲ ಶರೀರಕ್ಕೆ ಸಂಬಂಧವಾದ ವಿಷಯಗಳು. ಆದರೆ പുതിയ നിയമം ಹೊಸ ಒಡಂಬಡಿಕೆ ഫോക്കസ് ചെയ്യുന്നത് ಅಲ್ಲಿ ಗುರಿ ಫೋಕಸ್ ಇಡ್ತಾ ಇರೋದು അകത്തെ മനുഷ്യന് വരുന്ന രോഗത്തെ കുറിച്ചാണ്. ಒಳಗೆ ಇರುವ ಮನುಷ್ಯನಿಗೆ ಬರುವ ರೋಗಗಳ ಕುರಿತಾಗಿದೆ. അകത്തെ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയാണ് പുറത്തെ മനുഷ്യനെ ദൈവം സൗഖ്യമാക്കാറുള്ളത്. ಈ ಒಳಗೆ ಇರುವ ನಮ್ಮ ಮನುಷ್ಯನ രക്ഷ ಕೊಡುವುದಕ್ಕೋಸ್ಕರವಾಗಿದೆ ದೇವರು ನಮ್ಮನ್ನು ಇದು ಮಾಡೋದು. അനേക രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നതിന്റെ കാരണം അവരുടെ ആത്മനാഥനെ അവർ കണ്ടെത്തണം. അതിനുവേണ്ടിയാണ് രോഗശാന്തി ഉണ്ടാകുന്നത്. ಹಲವಾರು ಜನರು ಸೌಖ್ಯವಾಗೋದಕ್ಕೆ ಕಾರಣವೇಂದ್ರೆ ಅವರ ആത്മനാഥനെ അവർ കണ്ടെത്തണം. ಅಲ್ಲಿ ಅವರ ಆತ್ಮೀಯ ನಾಥನನ್ನು ಅವರು ಕಂಡುಕೊಳ್ಳಬೇಕು. ಅದಕ್ಕೋಸ್ಕರವಾಗಿ ಸೌಖ್ಯ ಕೊಡ್ತಾರೆ. സ്തോത്രം. ಆಮೇಲೆ പ്രാർത്ഥിച്ചുകൊണ്ട് കേൾക്കണേ. ಆಮೇಲೆ ಪ್ರಾರ್ಥನೆಯಿಂದ ಕೇಳಬೇಕು. സ്തോത്രം. ಆಮೇಲೆ ഹല്ലേലൂയ. ഹല്ലേലൂയ. തണുപ്പ് കൂടുകൊണ്ടേ പറയണം ഉറങ്ങരുത്. സ്തോത്രം. തണുപ്പ് കൂടുകൊണ്ടേ പറയണം ഉറങ്ങരുതെന്ന്. ಚಳಿ ಜಾಸ್ತಿ ಆದ್ರೆ ಹೇಳಬೇಕು, ನಿದ್ರೆ ಮಾಡಬಾರದು. ആമേൻ. സ്തോത്രം. ചിലർ വന്നിരിക്കുമ്പോഴേ ഉറങ്ങാൻ തുടങ്ങും. ಕೆಲವರು ಬಂದ ತಕ್ಷಣ ഇത്ര സമാധാനം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും എനിക്കൊരു പിടിയും കിട്ടാറില്ല. സ്തോത്രം. ഇത്ര സമാധാനം ഇവിടെ ഉണ്ടോന്ന്, ಇಷ್ಟು ಸಮಾಧಾನ ഇതിനೊಳಗಡೆ ಇದೆಯಾ ಅಂತ ನನಗೆ ಗೊತ್ತಿರಲಿಲ್ಲ. ദൈവത്തിന് സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಮಹಿಮೆ. കരങ്ങളൊക്കെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ಆಮೆನ್. ಕರಗಳನ್ನು ಎತ್ತಿ ದೇವರಿಗೆ ಸ್ತೋತ್ರವನ್ನು ಮಾಡ್ರಿ. അപ്പോൾ ചില വിഷയങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ചുമ്മാ അങ്ങനെ പറയല്ല. ചില കാര്യങ്ങളുടെ മേൽ ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ദൈവം പറയുന്നു. ಕೆಲ ವಿಷಯಗಳು ದೇವರಾತ್ಮನ ಹೇಳುವುದು ಸುಮ್ಮನೆ ಹೇಳುವುದಲ್ಲ. ಆ ವಿಷಯಗಳ ಮೇಲೆ ದೇವರಾತ್ಮನಿಗೆ ಕ್ರಿಯೆ ಮಾಡೋದಕ್ಕುಂಟು. അകത്തൊരു മനുഷ്യനുണ്ടെന്ന കാര്യം നിങ്ങൾക്ക് അറിയാവോ? ಒಳಗೆ ಒಂದು ಮನುಷ್ಯನು ವಾಸ ಮಾಡುತ್ತದೆ എന്ന് ನಿಮಗೆ ಗೊತ್ತಿದೆಯಾ? എഫേസ്യ ലേഖനത്തിൽ കടന്നു വരാം. ಎಫೆಸಿ ಪತ್ರಿಕೆಗೆ ಬರೋಣ. അതിന്റെ 3:17 ഒന്ന് വായിച്ചേ. ಅದು 3ನೇ ಅಧ್ಯಾಯ 17ನೇ ವಾಕ್ಯ. Ephesians 3:17. അതല്ലല്ലോ. സ്തോത്രം. അല്ലല്ല, ആ വാക്യല്ല.
അല്ലല്ല, ആ വാക്യമല്ല, ഞാൻ പറയാം 3:16 വായിച്ചാട്ടെ. ഇപ്പൊ എത്രയാ വായിച്ച? 17 ആ 16 വായിച്ചു. ഉള്ളാലെ മനുഷ്യൻ കണ്ടെത്തി വായിച്ചേ, എന്താ എഴുതിക്കുന്നത്? ആ അന്തര്യതല്ലേ ഇംഗ്ലീഷിൽ വായിച്ചേ. ഇന്നർ മേൻ. കറക്റ്റായിട്ട് ശ്രദ്ധിക്കൂ. പ്രൈസ് ലോർഡ്. മലയാളത്തിൽ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. മലയാളത്തിൽ കറക്റ്റ് ആക്കി ബರೆದಿದ್ದಾರೆ. അകത്ത് ഒരു മനുഷ്യനുണ്ട്. ನಮ್ಮ ಒಳಗೆ ಒಂದು ಮನುಷ್ಯನುಂಟು. പ്രൈസ് ലോർഡ്. ആമേൻ. എവിടെ ഒരു മനുഷ്യനുണ്ട്? എಲ್ಲಿ ಒಂದು ಮನುಷ್ಯನುಂಟು. അകത്ത് ഒരു മനുഷ്യനുണ്ട്. ನಮ್ಮ ಒಳಗೆ ಒಂದು ಮನುಷ್ಯನುಂಟು. ആ മനുഷ്യനನ್ನು പൊതിഞ്ഞ് സൂക്ഷിക്കുന്നതാണ്, കവർ ಮಾಡಿ ಸೂಕ್ಷ್ಮವಾಗಿ ಇಟ್ಕೊಂಡಿರೋದಾಗಿದೆ ഈ പുറത്തെ മനുഷ്യൻ. ഹല്ലേലൂയ. ನಮ್ಮ ಈ ಹೊರಗೆ ಇರುವ ಶರೀರವು. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഈ പുറത്തെ മനുഷ്യനെയും ഈ ಹೊರಗೆ ಇರುವ ಮನುಷ್ಯನನ್ನು അകത്തെ മനുഷ്യനെയും കൂടെ ಒಳಗೆ ಇರುವ ಮನುಷ್ಯನನ್ನು ബന്ധിപ്പിക്കുന്നതാണ്, ഹല്ലേലൂയ, അതിനെ ബന്ധിಸುವುದಾಗಿದೆ ജീവൻ. അതാಗಿದೆ ಜೀವವು. ജീവൻ പോകുമ്പോൾ, ಜೀವವು ಹೋಗುವಾಗ ശരീരവും ആത്മാവും രണ്ടായിട്ട് മാറും. ನಮ್ಮ ಆತ್ಮವು ಎರಡಾಗಿ ಮಾರ್ಪಡುತ್ತದೆ. സ്തോത്രം. ആമേൻ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ആക സ്തോത്രം, ഈ ജീവന് ബൈബിൾ പ്രതിപാദിക്കുന്ന ഒരു പദം, ഹല്ലേലൂയ, ബൈബിളിൽ ಹೇಳುವ ಒಂದು പദವು ആമേൻ, ഇന്നർ മേൻ എന്നാണ്. മനസ്സെന്ന് ചിലടത്ത് പറയുന്നുണ്ട്. ಆಮೇ. ಹಲ್ಲೆಲೂಯ. ನಮ್ಮ ಮನಸ್ಸು ಇಲ್ಲಾಂದ್ರೆ ಒಳಗೆ ಮನುಷ್ಯನು ಎಂದಾಗಿ ಹೇಳ್ತಾರೆ. ആമേൻ. ചിലടത്ത് അകത്തെ മനുഷ്യൻ. ಕೆಲ ಜಾಗದಲ್ಲಿ ಒಳಗೆ ಮನುಷ್ಯನು ಎಂದು ಹೇಳ್ತಾರೆ. യേശു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു. യേശു സ്വാമി ಒಬ್ಬ ಹೀಗೆ ಹೇಳಿದರು. ഒരുവൻ സകല ലോകവും നേടിയിട്ടും അവന്റെ ജീവൻ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? ಒಬ್ಬನು ಸರ್ವಲೋಕವನ್ನು ಹೊಂದಿಕೊಂಡರೆ ആ മനുഷ്യನ ആത്മാവ് നഷ്ടವಾಗಿ ಹೋಗಿದ್ರೆ അവനിಗೆ ಏನ್ ಬಲ ಉಂಟಾಗುತ್ತದೆ? യേശു പറഞ്ഞത് ആത്മാവെന്നല്ല, നമ്മൾ തെറ്റിച്ചാണ് പറയുന്നത്. യേശു പറഞ്ഞത് ജീവൻ എന്നാ പറഞ്ഞത്. ಅಲ್ಲಿ യേശു സ്വാമി ಹೇಳಿದ್ದು ആത്മാവെന്തല്ല ജീവ ಎಂದಾಗಿದೆ. സ്തോത്രം. ആമേൻ. പക്ഷേ അതിന് ആത്മാവ് എന്ന് വിളിക്കാം. ഹല്ലേലൂയ. അതിനെ ആത്മാവെന്ന് കരീಬಹುದು. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ആമേൻ. ആമേൻ. തിരുവചനം ഇങ്ങനെ പറയുന്നു. ದೇವರ ವಾಕ್ಯವು ಹೀಗೆ ಹೇಳ್ತಾ ಇದ್ದಾರೆ. ആമേൻ. രോഗിക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യമായിരിക്കുന്നത്. രോഗിക്ക് വൈദ്യന് ആവശ്യകത ഉണ്ട്. അത് യേശു പറഞ്ഞത്. അത് യേശു സ്വാമി ಹೇಳಿದ್ದು ഈ പുറത്തെ വൈദ്യനെ കുറിച്ചല്ല. ഹല്ലേലൂയ. ನಮ್ಮ ಒಳಗೆ ಆಚೆ ನಾವು ಕಾಣುವ ವೈದ್ಯനെ ಕುರಿತಲ್ಲ, അത് യേശു തന്നെ കുറിച്ചാണ് പറഞ്ഞത്. ಅದು യേശു ಸ್ವಾಮಿ ತನ್ನನ್ನೇ ಕುರಿತಾಗಿದೆ ಹೇಳಿದ್ದು. സ്തോത്രം. ആമേൻ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് ഈ ഒരു മനുഷ്യനോട്, കർത്തന് ಒಂದು ಮನುಷ್ಯನ ಹತ್ರ ഇങ്ങനെ പറയുകയാണ്. ಹೀಗೆ ಹೇಳ್ತಾ ಇದ್ದಾರೆ. നിന്റെ പാപം ഞാൻ ക്ഷമിച്ചു തന്നിരിക്കുന്നു. നിന്റെ പാപಗಳನ್ನು ನಾವು ಕ್ಷಮಾರ್ಪಣೆ ಮಾಡಿದ್ದೀವಿ. ആ മനുഷ്യൻ പാരലൈസ് ആയിട്ട് കിടക്കുക. ആ മനുഷ്യನು ಅಲ್ಲಿ ಪ್ಯಾರಲೈಸ್ ಆಗಿ ಮಲಗಿದ್ದಾನೆ. അപ്പം പരിസയന്മാര് യേശുവിനെതിരെ വന്നു. ಅಲ್ಲಿ ಪರಿಸಾಯರು ಆಗ ಯೇಸು ಕ್ರಿಸ್ತನಿಗೆ ವಿರುದ್ಧವಾಗಿ ಬಂದಿದ್ರು. സ്തോത്രം. ಆಮೆನ್. അപ്പോൾ അത് ശാബത്താണ്. ಅಲ್ಲಿ ಅವತ್ತು ಶಾಬತ್ ದಿನ. സ്തോത്രം. ആമേൻ. അപ്പോൾ യേശു പറയുന്നത്, ಎರಡನೇದಾಗಿ ಯೇಸು ಹೇಳ್ತಾ ಇರುವುದು പാപം ക്ഷമിക്കുന്നു എന്നാണ് പറയുന്നത്. ಅಲ್ಲಿ ಪಾಪ ಕ್ಷಮಾರ್ಪಣೆ ಕೊಡುವವನು ಅಂತ ಹೇಳ್ತಾ ಇದ್ದಾರೆ. അപ്പം ഇവര് ചോദിച്ചത്, എങ്ങനെയാണ് പാപം ക്ഷമിക്കാൻ നിനക്ക് കഴിയുന്നത്? ಆವಾಗ ಅವರ ಆತನ ಹತ್ರ ಕೇಳಿದ್ರು, ಹೇಗೆ ನಿನಗೆ ಪಾಪಗಳನ್ನು ಕ್ಷಮಿಸುವುದಕ್ಕೆ ಆಗುವುದು ಅಂತ. യേശു പറഞ്ഞു, ಆಗ ಯೇಸು ಕ್ರಿಸ್ತನು ಹೇಳಿದರು, പാപം ಕ್ಷಮಿക്കുവാൻ ಪಾಪವನ್ನು ಕ್ಷಮಾರ್ಪಣೆ ಕೊಡುವುದಕ್ಕೆ മനുഷ്യപുത്രന് ഭൂമിയിൽ അധികാരമുണ്ട്. ಮನುಷ್ಯ ಕುಮಾರನಿಗೆ ಭೂಮಿಯಲ್ಲಿ ಅಧಿಕಾರವುಂಟು എന്ന് നിങ്ങൾ അറിയാൻ ಎಂದು ನೀವು ತಿಳ್ಕೊಳ್ಳುವುದಕ್ಕೆ അവനോട് കിടക്ക എടുത്തോണ്ട് നടക്കാൻ പറഞ്ഞു. ಹಾಲಲ್ಲಿ ಅದಕ್ಕಾಗಿ ಅವನ ಹತ್ರ ನೀನು ನಿನ್ನ ಹಾಸಿಗೆಯನ್ನು ಎತ್ಕೊಂಡು ನಡಿ ಅಂತ ಹೇಳಿದರು. അവന് ശാരീരിക സൗഖ്യം കൊടുത്തത്, ಅವನಿಗೆ ಶಾರೀರಿಕವಾದ ಸೌಖ್ಯವನ್ನು ಕೊಟ್ಟಿದ್ದು എന്തിനു വേണ്ടിയാണ്? ಏನಕ್ಕೋಸ್ಕರವಾಗಿದೆ? അവന്റെ ആത്മാവിന് പാപത്തിൽ നിന്ന് മോചനം ഉണ്ടാകണം. ಅವನ ಆತ್ಮನಿಗೆ ಪಾಪದಿಂದ ವಿಮೋಚನೆ ಸಿಕ್ಕುವುದಕ್ಕಾಗಿ ರೋಗ ಸೌಖ್ಯ ಮಾಡಿದ್ದು. യേശുവിന് പറ്റും. ಅದಕ್ಕೆ ಯೇಸು ಸ್ವಾಮಿಗೆ ಸಾಧ್ಯ. എന്നിട്ടാണ് യേശു പറയുന്നത്, ನಂತರವಾಗಿ ಕರ್ತನು ಹೇಳಿದರು, ആമേൻ, രോഗിക്കാണ്
വൈദ്യനെ കൊണ്ട് ആവശ്യം. ಆಮೇಲೆ ನಂತರವಾಗಿ ಕರ್ತನು ಹೇಳಿದರು ರೋಗಿಗೆ ವೈದ್ಯನಿಂದ ಅವಶ್ಯಕತೆ. അപ്പോൾ യേശു തന്നെ ആരാണെന്നാ പറഞ്ഞത്? ಆವಾಗ ಈ ಕರ್ತನು ತನ್ನನ್ನು ಯಾರೆಂದು ಹೇಳಿದ್ದಾನೆ? യേശു ആരാണെന്നാ പറഞ്ഞത്? ಆಮೇಲೆ ಯೇಸು ಯಾರೆಂದು ಹೇಳಿದರು? യേശു രോഗിക്ക് വൈദ്യനാണ്. യേശു രോಗಿಗೆ ವೈದ್ಯನಾಗಿದ್ದಾನೆ. മത്തായിയുടെ സുവിശേഷം 12:10 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. മത്തായി ಬರೆದ ಸುವಾರ್ತೆ 12ನೇ ಅಧ್ಯಾಯ 10ನೇ ವಾಕ್ಯದಿಂದ. സ്തോത്രം. വായിച്ചേ 12:10 മുതൽ പെട്ടെന്ന് വായിച്ചേ. Matthew 12:10. അവർ അവനെ കുറ്റം ചുമത്തേണ്ടതിന് ശബ്ബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ എന്ന് അവനോട് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങളിൽ ഒരുത്തന് ഒരു ആടുണ്ട് എന്നിരിക്കട്ടെ. ആടോ? ശരി. ആടുണ്ടെന്നിരിക്കട്ടെ. അത് ശബ്ബത്തിൽ കുഴിയിൽ വീണാൽ അവൻ അതിനെ പിടിച്ച് കയറ്റുകയില്ലയോ? എന്നാൽ മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവൻ. ആകയാൽ ശബ്ബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. പിന്നെ ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ നീട്ടി, അത് മറ്റേനെ പോലെ സൗഖ്യമായി. പരീശന്മാരോ പുറപ്പെട്ട് അവനെ നശിപ്പിക്കാൻ വേണ്ടി അവന് വിരോധമായി തമ്മിൽ ആലോചിച്ചു. സ്തോത്രം. യേശു അത് അറിഞ്ഞിട്ട് അവിടെ വിട്ടുപോയി. അതൊരു സംഭവമാണ്. മറ്റൊരു സംഭവത്തിൽ കിടക്ക എടുത്തുകൊണ്ട് നടക്കുക എന്ന് പറയുന്ന സംഭവം കൂടെ ഉണ്ട്. ಆಮೇಲೆ ಅದೊಂದು ಅದು ಬಿಟ್ಟು ಇನ್ನೊಂದು ಕಡೆ ನಿನ್ನ ಹಾಸಿಗೆಯನ್ನು ಒತ್ತಿಕೊಂಡು ನಡಿ ಅಂತ ಹೇಳೋದು ಒಂದು ವಿಷಯ ಕೂಡ ಇದೆ. ആമേൻ. കിട്ടിയോ? വചനം കിട്ടിയോ? മാർക്കോസ് സുവിശേഷം 2:5, 9, 12 വാക്യങ്ങൾ വായിച്ചേ. ಮಾರ್ಕನ ಬರೆದ ಸುವಾರ್ತೆ 5ನೇ ಅಧ್ಯಾಯ 2-ാം അധ്യായം 2ನೇ ಅಧ್ಯಾಯ 5, 9, 12 പെട്ടെന്ന് വായിച്ചേ. 5, 9, 12 വാಕ್ಯಗಳು. നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. മുന്നോട്ട് വായിച്ചോ. അതിന്റെ അർത്ഥം എന്തുവാ? അവർക്കറിയാം ദൈവത്തിന് മാത്രമേ പാപം ക്ഷമിക്കാൻ പറ്റത്തുള്ളൂ. ಅದಕ್ಕೆ ಅರ್ಥವೇನೆಂದ್ರೆ ದೇವರಿಗೆ ಮಾತ್ರವೇ ಪಾಪಗಳು ಕ್ಷಮಿಸಲಿಕ್ಕೆ അത് ഇച്ചിരി കൂടെ ചിന്തിച്ചാൽ എന്താണ് അർത്ഥം? യേശു ദൈവമാണ്, അതുകൊണ്ടാണ് പാപം ക്ഷമിച്ചത്. ಚಿಂತೆ ಮಾಡಿದ್ರೆ ಯೇಸು ಸ್ವಾಮಿ ದೇವರಾಗಿದ್ದಾರೆ, ಅದಕ್ಕೆ ಪಾಪವನ್ನು ಕ್ಷಮಿಸಿದ್ದು. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ ഭാഗങ്ങളെല്ലാം നാം ഓതുವಾಗ യേശു ഇവരുടെ ആത്മാവിന്റെ പാപം മോചിക്കാൻ വേണ്ടിയാണ് ആ വ്യക്തിക്ക് ശരീര സൗഖ്യം കൊടുത്ത് കാണിക്കുന്നതെന്ന് നമുക്കറിയാം. ಹಾಲೆಲೂಯಾ. ಆತ್ಮದಲ್ಲಿ ಇರಿದ ಪಾಪಕ್ಕೆ ಸೌಖ್ಯ ಕೊಡೋದಕ್ಕೋಸ್ಕರವಾಗಿದೆ ಆ ರೋಗಿಯನ್ನು ಸೌಖ್ಯ ಮಾಡುವುದನ್ನು ನಮಗಿಲ್ಲಿ ನೋಡೋದಕ್ಕೆ ಸಾಧ್ಯ. സ്തോത്രം. ಆಮೆನ್. സ്തോത്രം. എല്ലാവരും സ്തോത്രത്തെ ഒന്ന് സഹകരിച്ചേ. ಆಮೆನ್. ಸ್ತೋತ್ರ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അപ്പോൾ ആമേൻ. രോഗം, ആത്മാവിന്റെ രോഗം, ആത്മದಲ್ಲಿ ಬರುವ ರೋಗವು രണ്ട് മാരകമായ വിഷയങ്ങൾ ഉണ്ടാക്കാം. ಅದು ಎರಡು ವಿಧವಾದ ದೊಡ್ಡ ವಿಷಯಗಳನ್ನು ಉಂಟು ಮಾಡಬಹುದು. സ്തോത്രം. ಆಮೆನ್. ಒಂದನೇದಾಗಿ ആമേൻ ശരീരത്തെ രോഗിയാക്കാം. ನಮ್ಮ ಶರೀರವನ್ನು ರೋಗಿಯಾಗಿ ಮಾರ್ಪಡಿಸಬಹುದು. അതാണ് നമ്മളിവിടെ കാണുന്നത്. അതാಗಿದೆ നാവിಲ್ಲಿ ಕಾಣ್ತಾ ಇರುವುದು. അവന്റെ വാക്യം വായിച്ചു വരും പറയും, നീ ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറയുന്നുണ്ട്. ഇനി അധികം സംഭവിക്കാതിരിക്കാൻ നീ എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. ಅಲ್ಲಿ ಮುಂದೆ ನಾವು ಹೋಗುವಾಗ ಇನ್ನು ಮುಂದೆ ದೊಡ್ಡದೇನು ನಡೆಯದಿರದಕ್ಕೆ ನೀನು ಪಾಪವನ್ನು ಮಾಡಬಾರದು ಅಂತ ಬರೆದಿದೆ. ഈ തളർവാദ രോഗത്തിലേക്ക് പോയത് അവന്റെ പാപം കാരണമായിരുന്നു. ಈತನು ಈ ಪಾರ್ಶ್ವರೋಗಕ್ಕೆ ಹೋಗಕ್ಕೆ ಕಾರಣವೇನೆಂದರೆ ಈತನು ಮಾಡಿದ ಪಾಪಗಳಾಗಿವೆ. അവന്റെ പാപം ക്ഷമിക്കപ്പെട്ടപ്പോൾ രോഗം പോയി. ಆತನ ಪಾಪಗಳಿಗೆ ಕ್ಷಮಾರ್ಪಣೆ ಸಿಕ್ಕಿದ ತಕ್ಷಣನೇ ಆತನ ರೋಗವನ್ನು ಬಿಟ್ಟು. അതുകൊണ്ടാണ് ചിലർ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ രോഗസൗഖ്യം ഉണ്ടാകുന്നത്. ಅದರ ಮೂಲಕವಾಗಿ ಕೆಲವರು ಯೇಸು ಸ್ವಾಮಿನ ರಕ್ಷಕನಾಗಿ ಅಂಗೀಕರಣ ಮಾಡುವಾಗ ಅವರಿಗೆ ರೋಗ ಸೌಖ್ಯ ಉಂಟಾಗುತ್ತದೆ. ചിലര് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കുമ്പോൾ സൗഖ്യം ഉണ്ടാകും. ಕೆಲವರು ಪಾಪಗಳನ್ನು ಅರಿಕೆ ಮಾಡಿ ಕ್ಷಮಾರ್ಪಣೆ ಕೇಳುವಾಗ ಅವರಿಗೆ ರೋಗ ചിലര് ಸೌಖ್ಯ ಉಂಟಾಗುತ್ತದೆ. യഥാസ്ഥാനപ്പെടുമ്പോൾ സൗഖ്യം ഉണ്ടാകും.
ಕೆಲವರು ಯಥಾಸ್ಥಾನ ಹೊಂದುವಾಗ ಅವರಿಗೆ ರೋಗ ಸೌಖ್ಯ ಉಂಟಾಗುತ್ತದೆ. ദൈവത്തിന് സ്തോത്രം, ಆಮೆನ್. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಮಹಿಮೆ. അപ്പോൾ ആമേൻ പാപത്തിന്റെ ഫലമായി രോഗിയാകാം. ಆಮೆನ್. ಪಾಪದ ಫಲವಾಗಿ ನಾವು ರೋಗಿಯಾಗಿ ಮಾರ್ಪಡುತ್ತದೆ. സ്തോത്രം. പാപം എവിടെയാ ഉള്ളേ? ಪಾಪ ಎಲ್ಲಿ ಆಗಿದೆ ಇರುವುದು? പാപം അകത്താണ്. ಆ ಪಾಪ ನಮ್ಮ ಒಳಗೆ ಮನುಷ್ಯನಲ್ಲಿ. പാപം അകത്താണ് ഇരിക്കുന്നത്. ಆಮೇಲೆ ಪಾಪ ಒಳಗೆ ಆಗಿದೆ ವಾಸ പാപം ಮಾಡುವುದು. ആത്മാവിലേക്കാണ് പോകുന്നത്. ಪಾಪ ನಮ್ಮ ಆತ್ಮ ಒಳಗಡೆ ಆಗಿದೆ ಹೋಗುವುದು. സ്തോത്രം. ಆಮೇಲೆ ഞാൻ അതിന്റെ ഹീബ്രു പദമൊക്കെ നോക്കിയപ്പോൾ ഒത്തിരി വേടുകളുണ്ട്, അതൊക്കെ പറയാനായിട്ട് ഇപ്പം പറ്റിയല്ല. ಆಮೇಲೆ ಅದಕ್ಕೆ ಹೀಬ್ರು ಪದಗಳು ನೋಡ್ಬೇಕಂದ್ರೆ ತುಂಬಾ ಮೀನಿಂಗ್ ಇದೆ, ಅದು ಹೋಗಕ್ಕೆ ಸಾಧ್ಯವಲ್ಲ. സ്തോത്രം. ಆಮೇಲೆ അപ്പോൾ ആമേൻ പാപത്തിന്റെ ഒരു ഫലം രോഗമാണ്. ಪಾಪಕ್ಕೆ ಒಂದು ಬಲವು ಏನಂದ್ರೆ ಅದು ರೋಗವಾಗಿದೆ. രണ്ടാമത്തെ പാപത്തിന്റെ ഫലം ಎರಡನೇದಾಗಿ ಪಾಪಕ್ಕೆ ಬರುವ ಬಲವು മരണമാണ്. ಅದು ಮರಣವಾಗಿದೆ. ശരീരത്തിനും മരണം സംഭവിക്കാം, ಶರೀರಕ್ಕೂ ಮರಣ ಸಂಭವಿಸುತ್ತದೆ, ആത്മാവിനും മരണം സംഭവിക്കാം. ಆತ್ಮಾವಕ್ಕೂ ಮರಣ 1 യോഹന്നാൻ 15-ാം അധ്യായം 16-17 വാക്യങ്ങൾ വായിച്ചാട്ടെ. 1 ಯೋವಾನ್ 15ನೇ ಅಧ್ಯಾಯ 15-16ನೇ ವಾಕ್ಯ ಓದಿಕೊಳ್ಳೋಣ. സ്തോത്രം. ಆಮೆನ್. പെട്ടെന്ന് വായിക്കണം. എടുക്കുന്നവർ വേഗം വായിച്ചാട്ടെ. എനിക്ക് സമയമില്ല, ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന കാണുമ്പോൾ പെട്ടെന്ന് എടുക്കുന്നവർ വേഗം വായിച്ചോണം. പ്രീസോ. 1 യോഹന്നാൻ 5:16-17. 1 ಯೋವಾನ್ 5:16 15. ആ, മരണകരമല്ലാതെ പാപം ಮಾಡುವುದು ನೋಡಿದರೆ ಬೇಡಿಕೊಳ್ಳಲಿ. ಆ ಜೀವವನ್ನು ದಯಪಾಲಿಸುತ್ತಾರೆ. ಆ ಆ ಇಲ್ಲ. ആ മരണകരമല്ലാത്ത പാപമുണ്ട്, മരണത്തിനല്ലാത്ത പാപമുണ്ട്, മരണകരമായ പാപമുണ്ട്. ശ്രദ്ധിക്കണം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നുണ്ടോ? ನೀವು ಶ್ರದ್ಧೆಯಿಂದ ಇದ್ದೀರಾ? പാപം ಪಾಪವು 2 കാര്യങ്ങൾ സംഭവിപ്പിക്കാൻ കാരണമുണ്ട്. 2 ವಿಷಯಗಳು ಸಂಭವಿಸುವುದಕ್ಕೆ ಕಾರಣವುಂಟು. പ്രധാനമായിട്ടും ಮುಖ್ಯವಾಗಿ 1 രോഗം തരാം, 1 ರೋಗ ಬರಬಹುದು, 2 മരണം തരാം. ಹಾಲೆಲೂಯ. ಎರಡನೇದಾಗಿ ರೋಗ ತರಬಹುದು. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ രോഗത്തിൽപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറയാം. ಈ ರೋಗಕ್ಕೆ ಸಂಬಂಧವಾದ ಕೆಲ ವಿಷಯಗಳು ಹೇಳ್ತೀವಿ. രോഗത്തിൽപ്പെട്ട ചില കാര്യങ്ങളാണ്. ಆಮೇಲೆ ರೋಗದಲ್ಲಿ ಇದ್ದ ಕೆಲ ವಿಷಯಗಳಾಗಿದೆ. ഒരിക്കൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ಒಬ್ಬ ಕೀರ್ತನಕಾರನು ಹೇಳಿದ್ರು, ഞാൻ എന്റെ പാപം ഏറ്റു പറയാതെ ഇരുന്നപ്പോൾ ನಾನು ನನ್ನ ಪಾಪವು ಅರಿಕೆ ಮಾಡಾದಿರುವಾಗ എന്റെ അസ്ഥി ക്ഷയിച്ചു പോയിക്കൊണ്ടിരുന്നു. ನನ್ನ ಅಸ್ಥಿ ನನ್ನ ಮೂಲಗಳನ್ನು ಹಾಲಲು ಕ್ಷಯಿಸಿ എന്റെ ಹೋಗಿದೆ. അസ്ഥിയുടെ അകത്തുള്ള മജ്ജ വറ്റിക്കൊണ്ടിരുന്നു. ಹಾಲಲು ನನ್ನ ಆ ಮೂಳೆ ಒಳಗಡೆ ಇರಿದ ಮಜ್ಜೆ ಎಲ್ಲ ಅದು ಹಾಲಲು ವತ್ತಿ ಹೋಗಿದೆ. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. അപ്പൊ ഞാൻ ഏറ്റു പറയുമെന്ന് പറഞ്ഞു. ಆಗ ನಾನು ಪಾಪಗಳನ್ನು ಎತ್ತಿ നീ എനിക്ക് സൗഖ്യം തന്നു. ಆವಾಗ ನೀನು ನನಗೆ ಸೌಖ್ಯವನ್ನು ಕೊಟ್ಟಿದೆ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. അപ്പോൾ ഈ ആത്മാവിന് ഏൽക്കുന്ന പാപം ನಮ್ಮ ಆತ್ಮದಲ್ಲಿ ಬರುವ ಪಾಪವು നമ്മുടെ ശരീരത്തിന് ഭയങ്കരമായ ബലഹീനത ഉണ്ടാക്കാം. ನಮ್ಮ ಶರೀರವನ್ನು ಬಹಳವಾಗಿ ಬಲಹೀನಪಡಿಸುತ್ತಾರೆ. സ്തോത്രം. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ಹಲ್ಲೆಲൂಯ. അപ്പോൾ ഇവിടെ പറയുന്നത്, ಇಲ್ಲಿ ಹೇಳ್ತಾ ಇರುವುದು, ആമേൻ, മരണകരമായ പാപവുമുണ്ട്, ಮರಣಕರವಾದ ಪಾಪವುಂಟು, മരണത്തിനല്ലാത്ത പാപവുമുണ്ട്. ಮರಣಕ್ಕೆ ಅಲ್ಲಾದಿರದ ಪಾಪವೂ ಉಂಟು. സ്തോത്രം. ಆಮೆನ್. മരണത്തിനുള്ള പാപം ചെയ്താൽ ಮರಣಕ್ಕಿರುವ ಪಾಪವು ಮಾಡಿದರೆ അപേക്ഷിച്ചിട്ട് കാര്യമില്ല. നമ്മൾ അപേക്ഷിച്ചിട്ട് കാര്യമില്ല. ನಾವು ಬೇಡಿಕೊಂಡು ಏನ್ ಪ್ರಯೋಜನವಿಲ್ಲ. സ്തോത്രം. ಆಮೆನ್. ആ വ്യക്തി ദൈവത്തിന്റെ സഹായത്തിൽ ചെന്ന് എന്തെങ്കിലും പരിഹാരം കണ്ടെത്തിയാലായി. സ്തോത്രം. ആ വ്യക്തി ദൈവത്തിന്റെ അടുക്ക പോയി പരിഹാരം കണ്ടെത്തിയാലായി. ಆಮೆನ್. ಆ ವ್ಯಕ್ತಿಯು ದೇವರ ಹತ್ರ ಹೋಗಿ ಪರಿಹಾರ ಕಂಡುಕೊಂಡ್ರೆ ಆಗಿತ್ತು. സ്തോത്രം. ಆಮೆನ್. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമെൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ രോഗത്തിന് സൈഡ് എഫക്റ്റ് ഉണ്ട്. ಆಮೆ ರೋಗಕ್ಕೆ ಒಂದು ಸೈಡ್ ಎಫೆಕ್ಟ್ ಉಂಟು. ചില പാപങ്ങൾ ಕೆಲ ಪಾಪಗಳು നമ്മുടെ മാനസിക മണ്ഡലങ്ങളെ തകർത്ത് കളയും. ನಮ್ಮ ಮಾನಸಿಕ ಮಂಡಲಗಳನ್ನು ಹೊಡೆದಾಕ್ತಾರೆ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಮಹಿಮೆ. ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಮಹಿಮೆ. ദാവീദ് അമ്മേൻ ഒരിക്കൽ പറയുകയാണ്, ದಾವೀದನು ಒಮ್ಮೆ ಹೇಳ್ತಾ ಇದ್ದಾರೆ, പാപം കാരണം ಪಾಪ ಮೂಲಕ ആമേൻ രാവും പകലും ആമേൻ താൻ നിലവിളിക്കുകയാണ്. ಹಗಲು ഇരുಳು ನಾನು ಕೂಗಾಡ್ತಾ ಇದ್ದೇನೆ ಎಂದು. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. സമാധാനമില്ല. ನನಗೆ ಸಮಾಧಾನವಿಲ್ಲ. പാപം നമ്മുടെ സമാധാനത്തെ കടത്താം. ಪಾಪವು ನಮ್ಮ ಸಮಾಧಾನವನ್ನು ಕೆಡಿಸಿ ಬಿಡುತ್ತಾರೆ. അസ്ഥികളെ ക്ഷയിപ്പിക്കാം. ನಮ್ಮ ಅಸ್ಥಿಗಳನ್ನು ಕ್ಷಯ ಮಾಡುತ್ತಾರೆ. ശരീരത്തെ രോഗിയാക്കി മാറ്റാം. ಶರೀರವನ್ನು ರೋಗಿಯಾಗಿ ಮಾರ್ಪಡಿಸುತ್ತದೆ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ ആത്മാവിന്
ഉണ്ടാകുന്ന രോഗത്തെ ನಮ್ಮ ಆತ್ಮದಲ್ಲಿ ಉಂಟಾಗುವ ರೋಗವನ್ನು ബൈബിൾ വിളിച്ചിരിക്കുന്നത് ಬೈಬಲ್ ಕರೀತಾ ಇರುವುದು സാക്ഷാൽ രോഗം എന്നാണ്. ಅದು ಸಾಕ್ಷಾಲ್ ರೋಗಂ ಎಂಬುದಾಗಿ. സ്തോത്രം. ಆಮೆನ್. സാക്ഷാൽ രോഗം, ಅದು ಯಥಾರ್ಥ ರೋಗವೆಂದು. സ്തോത്രം. ಆಮೆನ್. നമ്മുടെ സാക്ഷാൽ രോഗങ്ങളെ ആരാ ചുമന്നേ? ನಮ್ಮ ಸಾಕ್ಷಾಲ್ ರೋಗವನ್ನು ಯಾರಾಗಿದೆ യെശയ്യാ പ്രവചന പുസ്തകം ಯೆಶಾಯ ಪ್ರವಾದನ ಗ್ರಂಥ 53 53 4 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. 4 ವಾಕ್ಯ ഇനി ഒരു ഭാഷ നമുക്ക് വായിക്കാം, സമയം കിട്ടത്തില്ല. കന്നഡത്തിൽ മാത്രം വേഗം വായിച്ചു വിട്ടേ. ഓക്കെ. 53:4 ನಿಜವಾಗಿಯೂ ನಮ್ಮ ಕಷ್ಟಗಳನ್ನು ആ ಅನುಭವಿಸಿದನು. ആ ಆತನು ಹೊತ್ತ ಹೊರೆಯು ನಮ್ಮ ಸಂಕಟವೇ ಹೌದು. ആ ನಾವಾದರೂ ಅವನು ದೇವರಿಂದ ಬಾಧಿತನು, ಪೆಟ್ಟು ತಿಂದವನು, ആ ವಿಧಿಸಲ್ಪಟ್ಟವನು. അവിടെ സാക്ഷാൽ രോഗങ്ങൾ എന്നൊരു പദം ഉണ്ടോ? കണ്ടതിലുണ്ടോ? സാക്ഷാൽ രോഗങ്ങൾ എന്നൊരു പദം ഉണ്ടോ? 4 സാക്ഷാൽ രോഗം എന്നുണ്ടോ കന്നഡത്തില്? ನಮ್ಮ ಸಂಕಟಗಳನ್ನು സങ്കടങ്ങൾ എഴുതിയിരിക്കുന്നത്. ആക്ച്വലി ഇംഗ്ലീഷിലും പെയിൻ എഴുതിയിരിക്കുന്നു തോന്നുന്നു, അല്ലേ? ഒന്ന് വായിച്ചേ. വേദന രോഗം എന്നാണോ പെയിൻ എന്നാണോ എഴുതിയിരിക്കുന്നത്? പെയിൻ എഴുതിയിരിക്കുന്നത്. മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് സാക്ഷാൽ രോഗങ്ങൾ എന്നാണ്. ಆಮೆನ್. സ്തോത്രം. ಅಲ್ಲ, ಮಲಯಾಳದಲ್ಲಿ ಬರೆದಿದ್ದು ಸಾಕ್ಷಾಲ್ ರೋಗವೆಂದು ഈ ಬರೆದಿದ್ದಾರೆ. ഹീബ്രു ഭാഷയില് ಈ ಹೀಬ್ರು ಭಾಷೆಯಲ್ಲಿ മെഡ്വാ എന്നൊരു പദം അവിടെ എഴുതിയിട്ടുണ്ട്. ಮೆಟ್ವಾ ಎಂಬುದು ಪದವನ್ನು ಅಲ್ಲಿ ಬರೆದಿದ್ದಾರೆ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ಅದಕ್ಕೆ ಅರ್ಥವೇನೆಂತ ಕೇಳಿದ್ರೆ, അത് അകത്തെ മനുഷ്യന് പാപത്താൽ ഉണ്ടാകുന്ന വേദനയാണ്, രോഗം. ನಮ್ಮ ಒಳಗೆ ಆತ್ಮ ಮನುಷ್ಯನಿಗೆ ಪಾಪದಿಂದ ಬರುವ ರೋಗವೆಂದು ಬರೆದಿದ್ದಾರೆ. ശ്രദ്ധിക്കുന്നുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ನೀವು ಶ್ರದ್ಧೆಯಿಂದ ಇದ್ರೆ ಎಂದು കഴിഞ്ഞ ദിവസം പുറത്തെ രോഗത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായിരുന്നു. ಹೋದ ಸರಿ ನಮ್ಮ ಆಚೆ ಇರಿದ ಮನುಷ್ಯನಿಗೆ ಬರುವ ರೋಗದ ಕುರಿತಾಗಿ ಹೇಳುವಾಗ ಎಲ್ಲರಿಗೂ ಸಂತೋಷವಾಗಿತ್ತು. യെശയ്യാ പ്രവാചകൻ പറയുന്നത് ശ്രദ്ധിക്കുക. ಯೆಶಾಯ ಪ್ರವಾದಿ ಹೇಳ್ತಾ ಇರುವ ವಿಷಯಗಳನ್ನು ಗಮನಿಸಿ. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവന് മുറിവേറ്റു. ಆಮೇಲೆ ನಮ್ಮ ಅಗತ್ಯಗಳ ಮೂಲಕವಾಗಿ എഴുതിയിട്ടുണ്ടോ? ಗಾಯ ಉಂಟಾಯಿತು. അങ്ങനെ എഴുതിയിട്ടുണ്ടോ? ಅಲ್ಲಿ ಬರ್ದಿದ್ದಾರೆ. ഉറക്കെ വായിച്ചേ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ സ്ഥിരമായിട്ട് വായിക്കുന്നവർക്ക് മൈക്ക് കൊടുക്കാൻ പറഞ്ഞാൽ ഇവർ കേൾക്കത്തില്ല. ഞായറാഴ്ച, കാരണം വെച്ചാൽ ഞായറാഴ്ചത്തെ ഈ പരിപാടി കഴിയുമ്പോൾ എല്ലാവരും ഓടി പൊക്കളയുമല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ಅಲ್ಲಿ ಏನ್ ಬರ್ದಿದ್ದಾರೆ? നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം. ഇനി ഒരു ഭാഷയിൽ എന്താ എഴുതിയിരിക്കുന്നു നോക്കിയേ? നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം. ഇനി ഒരു ഭാഷ എന്തോ എഴുതിയിരിക്കുന്നു നോക്കിയേ? അല്ല, സ്തോത്രം. നമ്മ ദ്രോഹ പാപങ്ങളുടെ, ശ്രദ്ധിക്കണേ, ഇതിനകത്തൊരു വിടുതൽ ഉണ്ടാകും. ഇതിനൊളಗಡೆ ಒಂದು ಬಿಡುಗಡೆ ഞാൻ ചുമ്മാ ಉಂಟಾಗುತ್ತದೆ. വിടുതൽ പറയല്ല, ಸುಮ್ಮನೆ ವಾಕ್ಯವನ್ನು ಹೇಳ್ತಾ ಇರುವುದಲ್ಲ. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം ನಮ್ಮ ದೋಷವಶಗಳ ಮೂಲಕ അവന്റെ മേൽ ചാട്ടവാറുകൾ അടിക്കപ്പെട്ടു. ಆತನ ಮೇಲೆ ಸಾಟುಗಳಿಂದ ಹೊಡೆಯಲ್ಪಟ್ಟಿದರು. നോക്കൂ, ಆಮೇಲೆ ನೋಡಿರಿ, യേശുവിന്റെ മുറിവുകൾ ಯೇಸು ಸ್ವಾಮಿಯ ಗಾಯಗಳು ശരീരത്തിന്റെ സൗഖ്യം മാത്രമല്ല, ಆಮೇಲೆ ನಮ್ಮ ಶರೀರಕ್ಕೆ ಸೌಖ್ಯ ಮಾತ್ರವಲ್ಲ, വേദ പണ്ഡിതന്മാർ ಆಮೇಲೆ ವೇದ ಪಂಡಿತರು വളരെ തർക്കിക്കുന്ന ഒരു കാര്യമുണ്ട്. ಅಲ್ಲಿ ವಾದ ಮಾಡುವ ಒಂದು ವಿಷಯ ಉಂಟು. യെശയ്യാ പ്രവചനത്തിൽ ಯೆಶಾಯ ಪ್ರವಾದನ അവന്റെ അടിപ്പിടലുകളാൽ ಆತನ ವಾಸುಂಡಗಳಿಂದ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു ನಮಗೆ ಸೌಖ್ಯವನ್ನು ಬಂದಿದೆ എന്ന പദം ಎನ್ನ ಪದವು ശരീരത്തിൻ്റെതാണെന്ന് പറയുന്നവരുണ്ട്, ಅದು ಶರೀರದಿಂದ ಹೇಳುವರು നമ്മുടെ ಇದ್ದಾರೆ. ആത്മാവിന്റെ ആണെന്ന് പറയുന്നവരുണ്ട്. ಆದ್ರೆ ಆತ್ಮಕ್ಕೆ ಬರುವ ಸೌಖ್ಯವಂತ ಹೇಳುವರು ಉಂಟು. ഞാൻ പറയുന്നു, ನಾನು ಹೇಳ್ತೀವಿ, ഇത് രണ്ടിനും വേണ്ടിയുള്ളതാണ്. ಇದು ಎರಡಕ್ಕೋಸ್ಕರ ಇರುವುದಾಗಿದೆ. സ്തോത്രം. അവിടെ എഴുതിയിട്ടുണ്ട്, ಅಲ್ಲಿ ಬರೆದಿದ್ದಾರೆ, അവൻ നമ്മുടെ സാക്ഷാൽ രോഗങ്ങൾ വഹിച്ചു. ಅವನು ನಮ್ಮ ಸಾಕ್ಷಾಲ್ ರೋಗಗಳನ್ನು ಹೊತ್ತುಕೊಂಡಿದ್ದನು. അതിന് താഴെ എഴുതിയിരിക്കുന്നത്, ಅಲ್ಲಿ ಕೆಳಗಡೆ അവൻ നമ്മുടെ വേദന ചുമന്നു. ಆತನು ನಮ್ಮ ನೋವುಗಳನ್ನು ಹೊತ್ತುಕೊಂಡನು. സ്തോത്രം. ಆಮೆನ್. അത് ശരീരത്തിന്റെ വേദനയാണ്, ಅದು ನಮ್ಮ ಶರೀರದಲ್ಲಿ ശരീരത്തിന്റെ ഭാരമാണ്, ನಮ್ಮ ಶರೀರದ മനസ്സിന്റെ വേദനയാണ്. ನಮ್ಮ ಮನಸ್ಸಲ್ಲಿ ಇರುವ അതിന് ನೋವುಗಳಾಗಿದೆ. താഴെ എഴുതിയിരിക്കുകയാണ്, ಅಲ್ಲಿ ಕೆಳಗೆ ಬರೆದಿದ್ದಾರೆ, അവൻ അടിക്കപ്പെട്ടത്. ಆತನು ಹೊಡೆಯಲ್ಪಟ್ಟಿದ್ದು, ആ കർത്താവിന്റെ ശരീരം മുഴുവൻ ಆ ಕರ್ತನ ಶರೀರ ಪೂರ್ತಿಯಾಗಿ ചാട്ടവാറുകൾ കൊണ്ട് അടിച്ചു പറിച്ചത്. ಸಾಟೆಯಿಂದ ಓಡಿದು ಹಾಲಲ್ಲಿ ಕಿತ್ತಾಕಲ್ಪಟ್ಟಿದ್ದು. രാത്രി 11 മണി മുതൽ ರಾತ್ರಿ 11 ಗಂಟೆಯಿಂದ നേരം വെളുക്കാറാകുന്നോടം വരെയും ಬೆಳಗಿನ ಜಾಬೆವರೆಗೂ അവർ കോലുകൾ കൊണ്ട് അടിച്ചു
അടിച്ചുകൊണ്ടിരുന്നതും ಅವರು ಕೋಲಿಂದ ಆತನ ಹೊಡಿತಾ ಇದ್ರು, ചാട്ടവാറുകൾ കൊണ്ട് പിന്നെ അടിച്ചതും ಸಾಟಿಗಳಿಂದ ಮತ್ತೆ ಹೊಡೆದಿದ್ದು, ആമേൻ, ആ മുറിവുകളൊക്കെയും ಆ ಗಾಯಗಳೆಲ್ಲ നമ്മുടെ പാപം നിമിത്തമായിരുന്നു, ನಮ್ಮ ಪಾಪಗಳ ಮೂಲಕವಾಗಿದ್ದು, നമ്മുടെ അകൃത്യങ്ങൾ ನಮ್ಮ നിമിത്തമായിരുന്നു. ಅಗತ್ಯಗಳ ಮೂಲಕವಾಗಿದೆ. അതുകൊണ്ടാണ് പറയുന്നത്, ಆಮೇಲೆ ಏನಾಗಿದೆ ಹೇಳ್ತಾ അവന്റെ ಇರೋದು? അടിപ്പിണരാൽ, ಆತನ ಬಾಸುಂಡಗಳಿಂದ, യേശുവിന്റെ മുറിവുകളാൽ ಯೇಸುವಿನ ಗಾಯಗಳಿಂದ നിങ്ങളുടെ ആത്മാക്കൾക്ക് സൗഖ്യം ನಿಮ್ಮ വരികയാണ്. ಆತ್ಮಗಳಿಗೆ ಸೌಖ್ಯ ಉಂಟಾಗಿದೆ. Praise the Lord. ಆಮೇನ್. വൈദ്യൻ ആരാണ്? ವೈದ್ಯನು ಯಾರಾಗಿದ್ದಾರೆ? ഗിലെയാദിലെ വൈദ്യൻ ആരാണ്? ಆಮೇಲೆ ಗಿಲೆಯಾದಿನ ವೈದ್ಯನು ಯಾರಾಗಿದ್ದಾರೆ? അതെന്റെ യേശുവാണ്. ಅದು ನಮ್ಮ ಯೇಸುವಾಗಿದೆ. ഗിലെയാദിലെ കുഴമ്പ തൈലം എന്താണ്? ಆಮೇಲೆ ಗಿಲೆಯಾದಲ್ಲಿ അത് യേശുവിന്റെ രക്തമാണ്. ಅದು ಯೇಸುವಿನ ರಕ್ತವಾಗಿದೆ. സാക്ഷാൽ വൈദ്യൻ ആരാണ്? ಸಾಕ್ಷಾತ್ ವೈದ್ಯನು എന്റെ ಯಾರಾಗಿದ್ದಾರೆ? രോഗങ്ങൾക്ക് വേണ്ടി, ನನ್ನ ರೋಗಗಳಿಗೆ, എന്റെ പാപത്തിന് വേണ്ടി ನನ್ನ ಪಾಪಗಳಿಗೆ മുറിവേറ്റവൻ ആരാണ്? ಗಾಯಪಟ್ಟವನು അതെന്റെ ಯಾರಾಗಿದ್ದಾರೆ? വൈദ്യനായ യേശുവാണ്. ಅದು ನನ್ನ ವೈದ್ಯನಾದ അവൻ ಯೇಸು. അടിയേറ്റത് ಆತನು ಹಾಲಲ್ಲಿ എന്റെ അകത്യം പോക്കാനാണെന്ന്, ನನ್ನ ಅಗತ್ಯಗಳು എന്റെ അകത്യം നിമിത്തമാണെന്ന് ನನ್ನ ಅಗತ್ಯಗಳು ನೀಗಿಸುವುದಕ್ಕೆ ദൈവത്തിന്റെ വചനം പറയുകയാണ്. ದೇವರ ವಾಕ್ಯವು ഞാൻ ಹೇಳ್ತಾ പാപം ಇದೆ. ചെയ്തുകൊണ്ട് യേശു അടിക്കപ്പെട്ടു. ಆಮೇಲೆ ನಾನು ಪಾಪ ಮಾಡಿದ ಮೂಲಕವಾಗಿ ಯೇಸು ಸ್ವಾಮಿಯನ್ನು ಹೊಡೆಯಲ್ಪಟ್ಟಿದ್ರು. ಆಮೇಲೆ ഞാൻ പാപം ചെയ്തുകൊണ്ട് യേശു അടിക്കപ്പെട്ടു. ಆಮೇಲೆ ನಾನು ಪಾಪ ಮಾಡಿದ ಮೂಲಕವಾಗಿ ಯೇಸು ಸ್ವಾಮಿನೇ ಹೊಡೆಯಲ್ಪಟ್ಟಿದೆ. സ്തോത്രം. ಆಮೇಲೆ Praise the Lord. ಹಲ್ಲೆಲೂಯ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കൂ, ಅಲ್ಲಿ ಶ್ರದ್ಧೆಯಿಂದ ನೋಡ್ರಿ, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം ನಮ್ಮ ದೋಷವಶಗಳ ಮೂಲಕ അവിടുന്ന് ಆತನು മുറിവ് ഏറ്റു. ಹಾಲಲ್ಲಿ ಗಾಯಗಳನ್ನು ಹೊಂದಲ್ಪಟ್ಟಿದನು. അവിടുത്തെ അടിപ്പിണരുകളാൽ ಆತನ ಹಾಲಲ್ಲಿ ಬಾಸುಂಡಗಳಿಂದ നമുക്ക് സൗഖ്യവും വന്നു. ನಮಗೆ ಸೌಖ್ಯವು ಬಂದಿದೆ. അങ്ങനെയാണ് യേശയ്യാപ്രവചനം പറഞ്ഞിരിക്കുന്നത്. ಹಾಲಲ್ಲಿ ಹಾಗಾಗಿದೆ ಯೆಶಾಯ ಪ್ರವಾದಿ ಹೇಳಿತು. പത്രോസ് അത് എടുത്തെഴുതുമ്പോൾ ಪೇತ್ರನು ಅದು ಎತ್ತಿ ಬರೆಯುವಾಗ അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറിയെന്നും ಆತನು ನಮ್ಮ ಪಾಪಗಳನ್ನು ಹೊತ್ತಿಕೊಂಡು ಸಿಲುಬೆಯಲ್ಲಿ ಹತ್ತಿದೆ ಎಂದು, അവന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നുവെന്നും ಆತನ ಬಾಸುಂಡಗಳಿಂದ ಸೌಖ್ಯ ಬಂದಿದೆ ഒന്ന് ಎಂದು പത്രോസ് 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. ಒಂದು ಪೇತ್ರನು 2ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಬರೆದಿದ್ದಾರೆ. സ്തോത്രം. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ അവിടെ ഒത്തിരി തർക്കിക്കേണ്ട ആവശ്യമില്ല. ಅಲ್ಲಿ ನಾವು ತುಂಬಾ ವಾದ ಮಾಡಬೇಕು. യേശുവിന്റെ അടിപ്പണിൽ നിന്ന് ಯೇಸು ಸ್ವಾಮಿಯ ಬಾಸುಂಡಗಳು രോഗസൗഖ്യത്തെക്കാൾ അധികമായി ಆಮೆ ರೋಗ ಸೌಖ್ಯ ಉಂಟಾಗುವುದಕ್ಕೆ ಹೆಚ್ಚಾಗಿ ആത്മാവിന്റെ പാപ നിവാരണം സംഭവിക്കുന്നു. ಆಮೆ ಆತ್ಮದಲ್ಲಿ ಇರುವ ಪಾಪಕ್ಕೆ ಹಾಲಲು ನಿವಾರಣೆಯನ್ನು ಉಂಟಾಗುತ್ತದೆ. ഇനി അതിനെ പ്രൂഫ് ചെയ്യാൻ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ಅದನ್ನ ಪ್ರೂಫ್ ಮಾಡಕ್ಕೆ ಇನ್ನೊಂದು ವಿಷಯ ಕೂಡ ಹೇಳ್ತೀವಿ. കർത്തൃമേശയെ കുറിച്ച് പറയുമ്പോൾ ಕರ್ತನ ಮೇಜೆಯ ಕುರಿತಾಗಿ ಹೇಳುವಾಗ യേശുവിന്റെ ശരീരമാണ് ಯೇಸುವಿನ ಶರೀರವಾಗಿದೆ നമ്മൾ നുറുക്കുന്ന റൊട്ടി. ಹಾಲಲ್ಲಿ ನಾವು ಹಂಚುವ ರೊಟ್ಟಿ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. യേശു അടിയേറ്റ് മുറിക്കപ്പെട്ട ശരീരത്തിന് നിഴലാണത്. ആമേൻ. ഇതെന്റെ ശരീരമാകുന്നു, നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്നു. ಯೇಸು ಸ್ವಾಮಿ ಗಾಯಗಳಿಂದ ಜಚ್ಚಲ್ಪಟ್ಟಿದ್ದ ಆ ಶರೀರಕ್ಕೆ ನೆನಪಕ್ಕಾಗಿದೆ ನಾವು ರೊಟ್ಟಿಯನ್ನು ಮುರಿದಾಕುವುದು. ഇതെന്റെ ശരീരമാകുന്നു, നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്നു, ಆಮೇ അടിയേക്കപ്പെടുക. ಇದು ನನ್ನ ಶರೀರವಾಗಿದೆ, ನಿಮಗೋಸ್ಕರವಾಗಿ ಹಾಲಲ್ಲಿ ಮುರಿಯಲ್ಪಟ್ಟಿದ್ದು. ഇതെന്റെ രക്തമാകുന്നു, ಇದು ನನ್ನ ರಕ್ತವಾಗಿದೆ, നിങ്ങൾക്ക് വേണ്ടി ഒഴിക്കപ്പെടുന്നു. ನಿಮಗಾಗಿ ಸುರಿಯಲ್ಪಟ್ಟಿದ್ದು. 1 കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്, 1 ಕೊರಿಂಥ್ಯ ಪತ್ರಿಕೆಯಲ್ಲಿ ಬರೆದಿದ್ದಾರೆ, അയോഗ്യമായി ಅಯೋಗ್ಯವಾಗಿ അപ്പം തിന്നുകയോ ರೊಟ್ಟಿ ತಿನ್ನುವುದು, വീഞ്ഞു കുടിക്കുകയോ ചെയ്താൽ ಹಾಲಲ್ಲಿ ರಾಕ್ಷಸದ ಕುಡಿಯೋದು ಮಾಡಿದರೆ രോഗം, ರೋಗವು, ബലഹീനത, ಬಲಹೀನತೆ, മരണം. ಮರಣವು. സ്തോത്രം. ഇത് രണ്ടിനും സംഭവിക്കാം. ಆಮೇಲೆ ശരീരത്തിനും സംഭവിക്കാം, ആത്മാവിനും സംഭവിക്കാം. ಇದು ಶರೀರಕ್ಕೂ ಸಂಭವಿಸಬಹುದು, ಆತ್ಮದಲ್ಲಿನೂ ಸಂಭವಿಸಬಹುದು. Praise the Lord. കാരണം ಕಾರಣವು ആമേൻ നമ്മുടെ അകൃത്യത്തിന് വേണ്ടി ನಮ್ಮ ಅಗತ್ಯಕ್ಕೋಸ್ಕರವಾಗಿ അടിക്കപ്പെട്ട ಒಡೆಯಲ್ಪಟ್ಟ ശരീരത്തിന്റെ ಶರೀರದ ആമേൻ രൂപമാണ് ರೂಪವಾಗಿದೆ കർത്താവിന്റെ മേശയുടെ അപ്പം. ಆಮೇ ಕರ್ತನ ಮೇಜೆಯಲ್ಲಿರುವ ರೊಟ್ಟಿಯು. Praise the Lord. ಆಮೇನ್. ആമേൻ. ആ രക്തം, ಆ ആ ರಕ್ತವು മുറിവിൽ നിന്ന് ഒഴുകിയ രക്തമാണ്. ಆ ಗಾಯದಿಂದ ಸುರಿಯಲ್ಪಟ್ಟ ರಕ್ತವಾಗಿದೆ. അത് വീഞ്ഞ് ആയിട്ട് കാണിക്കുന്നു. ಅಲ್ಲಿ ಅದು ದ್ರಾಕ್ಷಾರಸವಾಗಿ ತೋರಿಸುತ್ತಾ ಇದೆ. സ്തോത്രം. ಆಮೇನ್. Praise the Lord. ಹಲ್ಲೆಲೂಯಾ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ಕರ್ತನು എന്നെ ಹೇಳಿದ್ದಾರೆ, തിന്നുന്നവൻ ജീവിക്കും, ನನ್ನನ್ನು എൻ ತಿನ್ನುವವನು മൂലം ಜೀವಿಸುತ್ತಾನೆ. ജീവിക്കും. ನನ್ನ ಮೂಲಕವಾಗಿ എന്നെ ಜೀವಿಸುತ್ತಾನೆ. തിന്നാതെയും കുടിക്കാതെയും നിനക്ക് ജീവൻ ഉണ്ടാകത്തില്ല. ನನ್ನನ್ನು ತಿನ್ನದೆ ಕುಡಿಯದೆ ಇರುವವನಿಗೆ ಸ್ತೋತ್ರ. ಜೀವ ಉಂಟಾಗುವುದಿಲ್ಲ. Praise the Lord. ಆಮೆನ್. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ശ്രദ്ധിച്ചാട്ടെ. ಶ್ರದ್ಧೆಯಿಂದ ನೋಡಿ. ആമേൻ. ಆಮೆನ್. Praise the Lord. ಹಲ್ಲೆಲೂಯಾ. സ്തോത്രം. സ്തോത്രം. ಆಮೆನ್. Praise the Lord. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ആമേൻ. ಆಮೆನ್. സ്പീഡ് കൂടുതലാണോ? ഒത്തിരി സ്പീഡ് കൂടുതലാണോ? ಸ್ಪೀಡ್ ತುಂಬಾ ಜಾಸ್ತಿ ಆಗಿದೆಯಾ?
ആമേൻ. സ്പീഡ് ഫുള്ളാണെങ്കിൽ വേഗം നിർത്താൻ പറ്റുമല്ലോ അല്ലേ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഈ വചനം ക്രിയ ചെയ്യുന്നില്ല. പലപ്പോഴും ആൾക്കാരുടെ ചിലരുടെ ഹൃദയത്തിൽ അങ്ങ് ക്രിയ ചെയ്യുന്നുണ്ട്, ചിലരുടെ ക്രിയ ചെയ്യുന്നില്ല. ವಾಕ್ಯವು ಕೆಲವರದ ಒಳಗೆ ಕ್ರಿಯೆ ಮಾಡ್ತಾ ಇದ್ದಾರೆ, ಕೆಲವರದ ಒಳಗೆ ಕ್ರಿಯೆ ಮಾಡ್ತಾ ಇಲ್ಲ. പ്രൈസ് ലോർഡ്. ദൈവത്തിന് സ്തോത്രം. കാരണം ഞായറാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഓരോ ആക്ടിവിറ്റീസും ഇല്ലാതെ ജീവിക്കുന്നുണ്ട്. കാരണം അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം ഒന്നും ചെയ്യുന്നില്ല. ಭಾನುವಾರ ಮುಗಿದರೆ ಯಾವುದೇ ವಿಧವಾದ ಆಕ್ಟಿವಿಟೀಸ್ ದೇವರ ಜೊತೆ ಸಂಬಂಧವಿಲ್ಲದ ಜೀವನ ಮಾಡುವವರಿದ್ದಾರೆ. ಅವರೊಟ್ಟಿಗೆ ದೇವರಿಗೆ ಏನು ಕ್ರಿಯೆ ಮಾಡೋದಕ್ಕೆ ಸಾಧ್ಯ. ಆಮೆನ್. പക്ഷെ ഞായറാഴ്ച ഓടിച്ചാടി എത്തും. ಹೇಗಾದ್ರೆ ಭಾನುವಾರ ಮಾತ್ರ ಆರಾಧನೆಗೆ ಬರ್ತಾರೆ. ആമേൻ, ಆಮೆನ್. അതങ്ങനെയാണ്. ಅದು ಹಾಗೆ ಆಗಿದೆ. പിന്നെ ഒരു ദിവസം ഞായറാഴ്ചയും കാണത്തില്ല, ಮತ್ತೆ കുറെ കാലം കഴിയുമ്പോൾ ഞായറാഴ്ചയും കാണത്തില്ല. ಸ್ವಲ್ಪ ಕಾಲ ಆಗಿದೆ ಅಂದ್ರೆ ಭಾನುವಾರ ಕೂಡಿ ಬರುವುದಿಲ್ಲ. അങ്ങനെയുണ്ട്, ಆ ತರ ಕೂಡಿ ಉಂಟು. ഇച്ചിരി കൂടെ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് ഒന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ട് കൂടിയാട്ടെ. ಆಮೇಲೆ ಸ್ತೋತ್ರವೆಲ್ಲ ಹೇಳಿ ನೀವು ಜೊತೆಯಲ್ಲಿ ಸೇರಿರಿ. ഞാൻ വിശദീകരിക്കുന്ന വിഷയം, ನಾನು ವಿಶದೀಕರಣ ಮಾಡ್ತಾ ಇರೋದು ವಿಷಯ, അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തമാണ് മുറിവേറ്റത്. ಆತನು ನಮ್ಮ ದೋಷವಶಗಳ ಮೂಲಕವಾಗಿ ಹೊಡೆಯಲ್ಪಟ್ಟಿದ್ದಾರೆ. അവന്റെ അടിപ്പിണിൽ നിന്ന്, ಹಾಲಲ್ಲಿ ಆ ಬಾಸುಂಡಗಳಿಂದ നിങ്ങൾക്ക് സൗഖ്യം വന്നു. ನಿಮಗೆ ಸೌಖ್ಯ ಉಂಟಾಗಿದೆ. ಅದು ആത്മാവിനേറ്റ പാപത്തിന്റെ സൗഖ്യമാണ്. ಅದು ನಿಮ್ಮ ಆತ್ಮದಲ್ಲಿ ಬಂದ ಪಾಪಕ್ಕೆ ಸೌಖ್ಯವಾಗಿದೆ. സ്തോത്രം. ಆಮೆನ್. നമ്മൾ പുറത്തുനിന്ന് എന്തെങ്കിലും അശുദ്ധമായ സാധനം തിന്നാൽ, ನಾವು ಹೊರಗೆಯಿಂದ ಏನೆಲ್ಲೋ ಅಶುದ್ಧವಾದ ಆಹಾರವನ್ನು ತಿಂದರೆ നമുക്ക് അസുഖം ഉണ്ടാകും. ನಮಗೆ ಏನೆಲ್ಲೋ ಒಂದು ಕಾಯಿಲೆ ಉಂಟಾಗುತ್ತದೆ അല്ലേ? എല്ലാവർക്കും അറിയാം. ಅದೆಲ್ಲರಿಗೂ ಗೊತ್ತು. വൃത്തിയില്ലാത്ത ആഹാരം കഴിച്ചാൽ അശുദ്ധി ഉണ്ടാകും. ಅದು ಸರಿಯಾಗಿ ನೀಟಿಲ್ಲದ ಆಹಾರವನ್ನು ನಾವು ತಿಂದರೆ ನಮ್ಗೆ ಏನೆಲ್ಲೋ ಅಸುഖ ಉಂಟಾಗುತ್ತೆ. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. ಯೇಸು ಸ್ವಾಮಿ ಹೇಳಿದೊಂದು ವಿಷಯ ಉಂಟು. അകത്തുനിന്ന് വരുന്നത്, ಅಲ್ಲಿ ನಮ್ಮ ಒಳಗೆಂದು ಬರುವುದು, ഹൃദയത്തിൽ നിന്ന് വരുന്നത്, ನಮ್ಮ ಹೃದಯದಿಂದ ಬರುವುದು മനുഷ്യനെ അശുദ്ധമാക്കാം. ಅಲ್ಲಿ ಅದಾಗಿದೆ ಮನುಷ್ಯನ ಅಶುದ್ಧ ಮಾಡುವುದು. ഹീബ്രുവിൽ ഞാൻ ആ വേർഡ് നോക്കി. ಹೀಬ್ರುವಲ್ಲಿ ಆ ಪದವನ್ನು ನೋಡಿದೆ. ആ അശുദ്ധി എന്ന പദത്തിന് രോഗം എന്നാണ് എഴുതിയിരിക്കുന്നത്. ಆ ಅಶುದ್ಧಿ ಎಂದ ಪದಕ್ಕೆ ರೋಗವೆಂದಾಗಿದೆ ಬರೆದಿದ್ದು. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അശുദ്ധമാക്കാം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന പദത്തിന് രോഗം എന്നാണ് എഴുതിയിരിക്കുന്നത്. ಆಮೇ ಹಲ್ಲೆಲೂಯ. ಅದು ಅಶುದ್ಧ ಮಾಡ್ತಾರೆ ಎಂದು ಹೇಳಿದಕ್ಕೆ ಪದಕ್ಕೆ ಹೀಬ್ರುದಲ್ಲಿ ನಮ್ಮನ್ನು ರೋಗಿಯಾಗಿ ಮಾರ್ಪಡಿಸಬಹುದು ಎಂದು ಬರೆದಿದ್ದಾರೆ. സ്തോത്രം. ಆಮೆನ್. ഇപ്പോൾ നമ്മള് നല്ല ഭക്ഷണം കഴിക്കും, രോഗം ഉണ്ടാകാതെ. ಈಗ ನಾವು ಒಳ್ಳೆ ಊಟವನ್ನು ಮಾಡ್ತೀವಿ, ನಮಗೆ ರೋಗ ಉಂಟಾಗಬಾರದು ಎಂದು പ്രകൃതിയെ നമ്മള് മാനേജ് ചെയ്യും. ಪ್ರಕೃತಿಯನ್ನೆಲ್ಲ ಮ್ಯಾನೇಜ್ ಮಾಡ್ತೀವಿ. സ്തോത്രം. നല്ല വീടൊക്കെ കെട്ടി, ಅಲ್ಲಿ ಒಳ್ಳೆ ಮನೆಯೆಲ್ಲ ಕಟ್ಟಿ വൃത്തിയായിട്ട് വീട് സൂക്ഷിക്കും, രോഗം ഉണ്ടാകാതെ. ನಾವು ಮನೆಯೆಲ್ಲ ಚೆನ್ನಾಗಿ ಇಟ್ಕೊಳ್ತೀವಿ, ಯಾಕಂದ್ರೆ ನಮ್ಗೆ ಯಾವುದೇ ರೋಗ ಉಂಟಾಗಬಾರದು ಅಂತ. സാത്താൻ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി പല വിധത്തിൽ നോക്കും. ಸೈತಾನು ಅಟ್ಯಾಕ್ ಮಾಡಬಾರದು ಅಂತ ಹಲವಾರು ವಿಷಯಗಳೆಲ್ಲ ನಾವು ഈ ചെറിയ ചെറിയ കുട്ടിപ്പിശാചുകളുണ്ട്. ಈ ಚಿಕ್ಕ ಚಿಕ್ಕ ಕುಟ್ಟಿ ಸೈತಾನಗಳುಂಟು. വൃത്തിയില്ലാത്ത ഒരു സ്ഥലത്ത് പാപം ചെയ്യണ്ട, വൃത്തിയില്ലാത്ത ഒരു വീട്ടിൽ അത് വന്ന് പാർക്കും. ಹಾಲೆಲು ಆ ತರ ಸೈತಾನಗಳು ನೀಟಾಗಿ ಸರಿಯಾಗಿ ಶುದ್ಧ ಮಾಡಾದ മുഷിഞ്ഞ വസ്ത്രങ്ങൾ അലക്കാതെയൊക്കെ ധരിച്ചുകൊണ്ട് നടക്കുന്നവരെ അത് അറ്റാക്ക് ചെയ്യും. അശുദ്ധാത്മാവാണത്. പിന്നീട് അതിനെ കുറിച്ചൊക്കെ പറയാം. ಬಟ್ಟಗಳೆಲ್ಲ ಒಗಿಯಾದೆ ನೀಟಿಲ್ಲದ ನಡೆಯುವ ವ್ಯಕ್ತಿಗಳ ಮೇಲೆ ಆ ತರ ಸೈತಾನಗಳು കുഞ്ഞു വിശ്വാസികളുണ്ട്, കുട്ടി സൈത്താനുകളുണ്ട്. സ്തോത്രം. പല പല കാറ്റഗറിയാണ്. ഭയങ്കര മല്ലന്മാരുണ്ട്, അകത്തോട്ട് പ്രവേശിക്കുന്നവന്മാരുണ്ട്, പുറത്തു നിന്ന് അറ്റാക്ക് ചെയ്യുന്നവരുണ്ട്. ಅಲ್ಲಿ ಒಳಗೆ ಪ್ರವೇಶನ ಮಾಡುವ ಸೈತಾನಗಳು ಉಂಟು, ಆಚೆಯಿಂದ ಅಟ್ಯಾಕ್ ಮಾಡಿದ ಸೈತಾನ ಉಂಟು. സ്തോത്രം. ഇങ്ങനെ പുറത്തുനിന്നുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ശരീരത്തെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇത്തരವಾಗಿ ಆಚೆ ಹೊರಗಿನಿಂದ ಕೆಲವು ವಿಷಯಗಳು യേശു പറഞ്ഞു, ಮಾಡುವಾಗ പുറത്തുനിന്നുള്ള ഒന്നും മനുഷ്യനെ അശുദ്ധമാക്കത്തില്ല. ಆಮೇಲೆ ಹೊರಗಿಂದ ಒಳಗೆ ಹೋಗುವ ಯಾವ ವಿಷಯಗಳು ಮನುಷ್ಯನೇ ಅಶುದ್ಧ ಮಾಡ್ತಾ ಇಲ್ಲ, അകത്തുനിന്നുള്ളത് അവനെ അശുദ്ധമാക്കും. ಆದ್ರೆ ಒಳಗಿಂದ ಬರುವ ವಿಷಯಗಳು ಅವನನ್ನು ಅಶುದ್ಧಿ ಮಾಡ್ತಾನೆ. എന്തൊക്കെയാണത്? ಅದು ಏನೇನಾಗಿದೆ? മനുഷ്യന്റെ ആത്മാവിനെ രോഗിയാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആമേ മനുഷ്യನ ആത്മനൊരു രോഗിയാಗಿ മാർಪಡಿಸುವ ವಿಷಯಗಳು ಏನೇನಾಗಿದೆ? ഞാൻ പറഞ്ഞ അശുദ്ധി എന്ന പദം ഒറിജിനൽ ഭാഷയിൽ രോഗം എന്നാണ് എഴുതിയിരിക്കുന്നത്. ಅಲ್ಲಿ ಆ ಅಶುದ್ಧಿ ಎಂದ ಪದಕ್ಕೆ ಒರಿಜಿನಲ್ ಲ್ಯಾಂಗ್ವೇಜ್ ಅಲ್ಲಿ ರೋಗವೆಂದು ಬರೆದಿದ್ದಾರೆ. എനിക്ക് തോന്നുന്നു മാർക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. ಮಾರ್ಕನ ಸುವಾರ್ತೆ 7ನೇ ಅಧ್ಯಾಯಕ್ಕೆ ನಾವು ಬರೋಣ. 7-ാം അധ്യായം 7ನೇ ಅಧ್ಯಾಯ 20-21 വാക്യങ്ങൾ വായിച്ചേ. കന്നഡത്തിൽ വായിച്ചാൽ മതിയാവും. ദൈവത്തിന് സ്തോത്രം. വായിച്ചേ. ಮನುಷ್ಯನ ಹೊಲೆ ಮಾಡ್ತಾರೆ.
ഇത് നമ്മളെ രോഗിയാക്കും. ಇದೆಲ್ಲ ನಮ್ಮನ್ನು ರೋಗಿಯಾಗಿ ಮಾರ್ಪಡಿಸುತ್ತದೆ. ശ്രദ്ധിക്ക്, ಶ್ರದ್ಧೆಯಿಂದ ಇರ್ರಿ. അകത്തെ മനുഷ്യനെ ನಮ್ಮ ಒಳಗೆ ಮನುಷ್ಯ ബലഹീനപ്പെടുത്തുന്ന ಬಲಹೀನಪಡಿಸುವ ശക്തികൾ എന്തൊക്കെയാണ്? ಶಕ್ತಿಗಳು ಏನೇನಾಗಿದೆ? സ്തോത്രം. ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വെടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത. ഇത്രയും കാര്യങ്ങൾ അകത്തെ ആത്മാവിനെ രോഗിയാക്കും. ಆಮೆ ಇಷ್ಟು ವಿಷಯಗಳು ನಮ್ಮ ಒಳಗೆ ಮನುಷ್ಯನನ್ನು രോഗിಯಾಗಿ ಮಾರ್ಪಡಿಸುತ್ತದೆ. കൊല്ലുന്നതോ, ಸಾಯಿಸುವುದು, മരണത്തിലുള്ള രോഗമുണ്ട്, മരണത്തിലല്ലാത്ത അല്ല പാപമുണ്ട്, മരണത്തിലല്ലാത്ത പാപമുണ്ട്. മരണಕ್ಕೆ ಇರುವ ರೋಗವೂ ಪಾಪವೂ ಉಂಟು, ಮರಣಕ್ಕല്ലാದಿರುವ ಪಾಪವೂ ಉಂಟು. ഇതിൽ നിന്ന് മരണത്തിലുള്ള പാപത്തെ എടുത്തെഴുതിയിട്ടുണ്ട് വെളിപ്പാട് പുസ്തകം 21:8. മരണത്തിലുള്ള പാപം ഏതാണെന്ന് നോക്കാം. ಆಲಲ್ಲಿ ಮರಣಕ್ಕಿರುವ ಪಾಪ ಎಂದು ಪ್ರಕಟಣೆ ಪುಸ್ತಕ 8ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಬರೆದಿದ್ದಾರೆ. 21:8 പെട്ടെന്ന് വായിച്ചേ. പുറകെ ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങള്? കേൾത്താ ഇದ್ದೀರಾ? കേಳಿಸ್ತಾ ಇದ್ದೀರಾ? പ്രൈസ് ലോർഡ്. ഏടികളും ഏടികളും ഭയപ്പെടുന്നവര്, വിശ്വാസമില്ലാത്തവര്, ಸೇರಿದವರು, കൊലകാരരു, ജാരരു, മാട്ടകാരരു, വിഗ്രഹാരാധകരു, എല്ലാ സുള്ളുകാരരു, കരയെ. ഇത് മരണ, ശരീರದ മരണമല്ല, ಎರಡನೇ ಮರಣ ಆತ್ಮನ ಮರಣ. ಆಮೆ ಎರಡನೇ ಮರಣ ಅಂತ ಹೇಳಿದ್ರೆ ಅದು ಆತ್ಮಕ್ಕೆ ಬರುವ ಮರಣ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ಶ್ರದ್ಧೆಯಿಂದ ನೋಡ್ರಿ. യോഹന്നാന്റെ ലേഖനത്തിൽ ಯೋವಾನ್ ಬರೆದ ಪತ್ರಿಕೆಯಲ್ಲಿ മരണത്തിനുള്ള പാപമുണ്ട്, മരണಕ್ಕಿರುವ ಪಾಪವೂ ಉಂಟು, മരണത്തിനല്ലാത്ത പാപമുണ്ട്. ಮರಣಕ್ಕೆ ಅಲ್ಲಾದಿರುವ ಪಾಪ. യേശു രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് പറഞ്ഞു. ಯೇಸು ಸ್ವಾಮಿ ಎರಡು ಸೇರಿಸಿ ಹೇಳಿದೆ ಅಷ್ಟೇ. മാർക്കോസിന്റെ സുവിശേഷത്തിൽ, ಮಾರ್ಕನ ಬರೆದ ಸುವಾರ್ತೆ, വെളിപ്പാട് പുസ്തകത്തിൽ, ಪ್ರಕಟಣೆ ಪುಸ್ತಕದಲ್ಲಿ അതിനകത്ത് നിന്ന് അതിനೊಳಗೆ മരണത്തിനുള്ള പാപത്തെ സെപ്പറേറ്റ് എഴുതിയിട്ടുണ്ട്. ಆಮೆ ಮರಣಕ್ಕಿರುವ ಪಾಪಗಳನ್ನು ಸೆಪರೇಟ್ ಮಾಡಿದ್ದಾರೆ. സ്തോത്രം. ಆಮೆನ್. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഈ കാര്യങ്ങൾ നമ്മുടെ ആത്മാവിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ಈ ವಿಷಯಗಳೆಲ್ಲ ನಮ್ಮ ಆತ್ಮನನ್ನು ಏನ್ ಮಾಡ್ತಾರೆ? ആദ്യം രോഗിയാക്കും, ಮೊದಲನೇದಾಗಿ ನಮ್ಮ ರೋಗಿಯಾಗಿ പിന്നെ നമ്മളെ കൊല്ലും. ನಂತರವಾಗಿ ನಮ್ಮನ್ನೇ ആത്മാവിനെ കൊല്ലും, ನಮ್ಮ ಆತ್ಮವನ್ನು ಸಾಯಿಸಿಬಿಡ್ತಾರೆ. സ്തോത്രം. ഹല്ലേലൂയ. പാപങ്ങൾ മാത്രമല്ല, ಪಾಪಗಳು ಮಾತ್ರವಲ್ಲ, കർത്തൃമേശ അയോഗ്യമായി എടുക്കുമ്പോൾ രോഗമുണ്ടാകാം, ಕರ್ತನ ಮೇಜೆ ബലഹീനത ഉണ്ടാകാം, ರೋಗ ಉಂಟಾಗುವುದು, പിന്നെ മരണം ഉണ്ടാകും, ಬಲಹೀನ ಉಂಟಾಗುತ್ತದೆ, ಮರಣವೂ ಉಂಟಾಗುತ್ತದೆ. സ്തോത്രം. ಆಮೆನ್. മനസ്സാവുന്നുണ്ടോ? ಅರ್ಥವಾಗಿದೆಯಾ? മനസ്സാവുന്നുണ്ടോ? ಅರ್ಥವಾಗಿದೆ. അപ്പോൾ അകത്തെ മനുഷ്യനെ കുറിച്ചുള്ള ചിന്ത, ನಮ್ಮ ಒಳಗೆ ಮನುಷ್ಯನೇ ಕುರಿತಾಗಿರುವ ಚಿಂತೆಯು നമ്മൾ വളർത്തണം. ನಮ್ಮನ್ನು ಬೆಳೆಸಬೇಕು. പൗലോസ് പറഞ്ഞു, പൗലನು ಹೇಳಿದನು, ഞങ്ങളുടെ പുറത്തെ മനുഷ്യൻ ആമേൻ ബലഹീനനാണെങ്കിലും ನಮ್ಮ ಹೊರಗೆ ಮನುಷ್ಯನು അകത്തെ ಬಲಹೀನನಾದ್ರೆ മനുഷ്യൻ നാൾ തോറും ബലപ്പെടുകയാണ്. ನಮ್ಮ ಒಳಗೆ ಮನುಷ್ಯನು ದಿನಾಲೂ ಬೆಲ ಹೊಂದುತ್ತಾ ಇದ್ದಾರೆ. സ്തോത്രം. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി രോഗത്തിന് വൈദ്യൻ യേശുവാണ്. ಅಲ್ಲಿ ರೋಗಕ್ಕೆ ವೈದ್ಯನು ಯೇಸುವಾಗಿದ್ದಾರೆ. മരുന്ന് എന്താണ്? ಅದಕ್ಕೆ ಮದ್ದೇನಾಗಿದೆ? ഗിലെയാദിലെ കുഴമ്പ് തൈലം എന്താണ്? ಅಲ್ಲಿ ಗಿಲಿಯಾದಿಲಿರುವ ಸುಗಂಧ ತೈಲ മരുന്നുണ്ടോ? ಏನಾಗಿದೆ? മരുന്നുണ്ടോ? ಅದಕ್ಕೆ ಮದ್ದಿದೆಯಾ? മരുന്നുണ്ട്. ಅಲ್ಲಿ ಅದಕ್ಕೆ ಔಷಧಿ ಉಂಟು. ഒന്നാമത്തെ മരുന്ന്, ಅಲ್ಲಿ ಒಂದನೇದಾಗಿರದ ಔಷಧಿ. ആമേൻ. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. 1 ಯೋವಾನ್ 1ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಬರೆದಿದ್ದಾರೆ. ആമേൻ. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം, ಆತನ ಪುತ್ರನಾದ ಯೇಸುವಿನ ರಕ್ತವು നിങ്ങളുടെ സകല പാപങ്ങളും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. ಆಮೆನ್. ನಿಮ್ಮ ಸಕಲ ಪಾಪಗಳನ್ನು ನೀಗಿಸಿ ನಿಮ್ಮನ್ನು ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ಶುದ್ಧೀಕರಣ ಮಾಡುವುದು ಎಂದು ಹೇಳಿದರೆ, മാർക്കോസിന്റെ സുവിശേഷത്തിൽ ഇരിക്കുന്നു, ಮಾರ್ಕನ ಸುವಾರ್ತೆಯಲ್ಲಿ പാപം നിങ്ങളെ അശുദ്ധീകരിക്കുന്നു. ಪಾಪವು ನಿಮ್ಮನ್ನು ಅಶುದ್ಧಿ അതാണ് രോഗം. ಮಾಡುತ್ತದೆ. അതാണ് രോഗം. ആത്മാവിന്റെ രോഗമാണ് അശുദ്ധി. ಆತ್ಮನಲ್ಲಿ ಬರುವ ರೋಗವಾಗಿದೆ ಅಶುದ್ಧಿಯು. പക്ഷേ യേശുവിന്റെ രക്തം ಆದ್ರೆ ಯೇಸುವಿನ ರಕ್ತವು സിദ്ധ ഔഷധം, ಅದೊಂದು ಸಿದ್ಧ ഒറ്റ ಔಷಧಿಯಾಗಿದೆ. മൂലിയാണ്. ಹಾಲಲ್ಲಿ ಅದು ಒಂದು ಸಿದ್ಧ ಔಷಧಿ. സകല പാപവും യേശുവിന്റെ രക്തം കഴുകിക്കളയുന്നു. ಆಮೇಲೆ ನಿಮ್ಮ ಸಕಲ ಪಾಪವು ಯೇಸುವಿನ ರಕ್ತದಿಂದ ತೊಳೆಯಲ್ಪಡುತ್ತದೆ. ಆಮೇಲೆ രണ്ടാമത്, ಎರಡನೇದಾಗಿ നമ്മുടെ അകൃത്യം നിമിത്തം ನಮ್ಮ ಅಗತ್ಯಗಳ ಮೂಲಕವಾಗಿ അവൻ മുറിവേറ്റു.
ಆತನು ಗಾಯಪಟ್ಟಿದನು. യേശുവിന്റെ മുറിവുകൾ, ಯೇಸು ಸ್ವಾಮಿಯ ಗಾಯಗಳು, അടിപ്പിണരുകൾ ಆತನ ಹಲ್ಲೆಲೂಯ ಮಾಸುಂಡಗಳು നമ്മുടെ പാപ പരിഹാരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ನಮ್ಮ ಪಾಪ ಪರಿಹಾರಕ್ಕೆ ನಮ್ಮನ್ನು ക്രൂശികളെ പറഞ്ഞ് അനേകർ മാനസാന്തരപ്പെടും. ಸಿಲುಬೆ ಕುರಿತಾಗಿ ಹೇಳಿದ್ರೆ ಹಲವಾರು ಜನರು ശിലുബയെ കുറിച്ചാകിയല്ല, ശിലുബെ ഒന്നുമില്ല, ശിലുബ അവിടെ കിടക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. യേശുവാണ് നമുക്ക് വേണ്ടിയത്. ഈ ആമേൻ. ഇവര് ഈ യേശുവിനെ വിട്ടിട്ട് കുരിശ് വന്ന് നടക്കുന്നവരുണ്ട്. സ്തോത്രം. കുരിശല്ല നമുക്ക് വേണ്ടി, നമുക്ക് വേണ്ടി യേശു വേണ്ടിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മുറിവുകൾ നമുക്ക് സൗഖ്യം തരും. അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് എന്ത് വന്നിരിക്കുന്നു? സൗഖ്യം വന്നിരിക്കുന്നു. ನಿಮಗೆ ಸೌಖ್ಯವು ಬಂದಿದೆ. അതുകൊണ്ടാണ് ಆದ್ದರಿಂದ കർത്തൃമേശയിൽ നിന്ന് സൗഖ്യം ഉണ്ടാകുന്നത്. കർത്തന മേಜೆ ತಗೊಳ್ಳುವಾಗ ಸೌಖ್ಯ ഉണ്ടാಗುವುದು. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ മേശയുടെ റൊട്ടിയും കർത്തന മേಜೆ വീഞ്ഞും അനേക രോഗങ്ങളെ സൗഖ്യമാക്കിക്കൊണ്ട് ಹಲವಾರು ರೋಗಗಳನ್ನು ಸೌಖ್ಯ ಮಾಡ್ತಾರೆ. ഔഷധം രക്തമാണ്. ಔಷಧ ರಕ್ತವಾಗಿದೆ. ഔഷധം അടിപ്പിണരാണ്. ಔಷಧಿ മുറിവുകളാണ്. മുറിവുകൾ ಆತನ ಗಾಯಗಳಾಗಿದೆ. സൗഖ്യം വ്യാപരിക്കുക. ಸೌಖ್ಯವನ್ನು മുറിവുകളിൽ നിന്ന് സൗഖ്യം വ്യാപരിക്കുക. ಆತನ ಗಾಯಗಳಿಂದ അടിപ്പിണരിന്റെ ആത്മാവിന്റെ വിടുതൽ സംഭവിക്കുക. ಆತನ ಬಾಸುಂಡಗಳಿಂದ ಇಲ್ಲಿ ಸೌಖ್ಯವನ್ನು ವ್ಯಾಪಿಸುತ್ತಾ ಇದೆ. വൈദ്യനാരാണ്? ವೈದ್ಯನು ಯಾರಾಗಿದ್ದಾರೆ? വൈദ്യൻ യേശുവാണ്. ವೈದ್ಯನು ಯೇಸುವಾಗಿದ್ದಾರೆ. അവന്റെ നാമത്തിൽ പാപമോചനമുണ്ട്. ಆತನ ಹೆಸರಲ್ಲಿ വൈദ്യൻ യേശുവാണ്. ವೈದ್ಯನು അവന്റെ നാമത്തിൽ പാപമോചനമുണ്ട്. ಆತನ ಹೆಸರಲ್ಲಿ ಪಾಪ ವಿಮೋಚನವುಂಟು. മരുന്ന് രക്തമാണ്. ಹಾಲೆಲೂಯ. ಮತ್ತು ರಕ್ತವಾಗಿದೆ. യേശുവിന്റെ മുറിവുകളാണ്. ಮತ್ತು ಯೇಸುವಿನ ಗಾಯಗಳಾಗಿದೆ. യെരിഹോവിലേക്ക് പോയവന്റെ മേൽ ಯೆರಿಕೋವಿಗೆ ಹೋಗಿದವನ ಮೇಲೆ കള്ളന്മാർ മുറിവേൽപ്പിച്ചപ്പോൾ മല്ലರು ಗಾಯಪಡಿಸುವಾಗ ദൈവത്തിന് സ്തോത്രം, അവൻ വീഞ്ഞും എണ്ണയുമായി വന്നു. ಆತನು ರಾಕ್ಷಸವಾಗಿ ಬಂದಿದೆ. രക്തമാണ്. പരിശുദ്ധാത്മാവാണ്. ആ എണ്ണയു പവിത്രാത്മനാಗಿದ್ದಾರೆ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആത്മാവിന്റെ പാവങ്ങൾ ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ಬರುವ ಆತ್ಮನ ಪಾಪಗಳು ശുദ്ധീകരിക്കുവാൻ ಶುದ್ಧೀಕರಣ എണ്ണയാകുന്ന പരിശുദ്ധാത്മാവിന് കഴിയും. എണ്ണയാಗಿರುವ പരിശുദ്ധാത്മാവ് ഒരു മരുന്നാണ്. പവിത്രാത്മന ಒಂದು ಔಷಧವಾಗಿದೆ. ആത്മാവ് ശുദ്ധീകരിക്കും. ശുദ്ധീകരണം ആത്മാവ് ശുദ്ധീകരിക്കും. ആത്മാവ് നമ്മെ ശുദ്ധീകരണ ಮಾಡುತ್ತೆ. പാപത്തെ കുറിച്ച് ബോധം തരും. പാപത്തെ കുറിച്ചാಗಿ നീതിയെ കുറിച്ച് ബോധം തരും. ന്യായവിധിയെ കുറിച്ച് ബോധം തരും. ആത്മാവ് ശുദ്ധീകരിക്കുകയോ ನ್ಯಾಯವಿಧಿಯ ಕುರಿತಾಗಿ ನಮಗೆ ತಿಳುವಳಿಕೆ ಕೊಡ್ತಾರೆ. ಆತ್ಮಾವು ಶುದ್ಧೀಕರಣ ಮಾಡುತ್ತಾರೆ. ಆಮೆನ್. ദൈവത്തിന്റെ സ്തോത്രം. ದೇವರಿಗೆ ಮಹಿಮೆ. സ്തോത്രം പറ, സ്തോത്രം പറ. വിടുതലുണ്ടാകട്ടെ. എല്ലാവർക്കും രോഗസൗഖ്യം ഉണ്ടാകട്ടെ. അകത്തും പുറത്തും വിടുതലുണ്ടാകണം. ನಮ್ಮ ಒಳಗೆ ಹೊರಗೆ ಬಿಡುಗಡೆ ഉണ്ടാಗಬೇಕು. അകത്തെ മനുഷ്യൻ മുറിവേറ്റവരെ, ನಮ್ಮ ಒಳಗೆ മനുഷ്യൻ കരയുന്നവരെ, ನಮ್ಮ ಒಳಗೆ അകത്തെ മനുഷ്യൻ നിലവിളിക്കുന്നവരെ, പാപത്തിന്റെ ഭാരം ചുമക്കുന്നവരെ, പാപത്തിന്റെ ഭാരത്തെ കുനിഞ്ഞവരെ യേശുവിന്റെ അടിപ്പിണരുകളും രക്തവും സൗഖ്യം തരികയാണ്. യേശുവിന്റെ രക്തവും ബാസുണ്ടകളും നിಮಗೆ സൗഖ്യವನ್ನು ಕೊಡ್ತಾ ಇದ್ದಾರೆ. ಅಧರಗಡದ ಬರಾಜಗಳ ಪರಿದಾಲಗನಗರ ಬಶ್ವಸ. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. അരഹബാലഗര ബശ്വസ. അർത്ഥൽ ചുടഗലഗര. ആമേൻ. ആമേൻ. മരുന്ന് രക്തമാണ്. ആമേൻ. മദ്ദു രക്തವಾಗಿದೆ. സ്തോത്രം. ആമേൻ. മരുന്ന് മുറിവുകളാണ്. ಔಷಧಿ ಯೇಸುವಿನ ಗಾಯಗಳಾಗಿದೆ. ആത്മാവ് പാപത്തെ പോക്കുന്നു. ആത്മാവ് ನಮ್ಮ ಪಾಪಗಳನ್ನು ನಿವಾರಣೆ ಮಾಡುತ್ತಾರೆ. യേശു ഇങ്ങനെ പറഞ്ഞു. യേശു സ്വാമി ഹീಗೆ ಹೇಳಿದರು. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ യോഹന്നാൻ ಬರೆದ ಸುವಾರ್ತೆ ഞാൻ സംസാരിച്ച വചനം മുഖാന്തരം നിങ്ങൾ ശുദ്ധിയുള്ളവരായി. ನಾನು ಮಾತಾಡಿದ ವಾಕ್ಯಗಳ ಮೂಲಕವಾಗಿ ನೀವು ശുദ്ധിയുള്ളവರಾಗಿತ್ತು. സ്തോത്രം. ആമേൻ. പത്രോസ് വചനം സംസാരിക്കുമ്പോൾ ಪೇತ್ರನು ವಾಕ್ಯವನ್ನು ಮಾತಾಡುವಾಗ അവർക്ക് കുത്തുകൊണ്ടു. അവർ ഹൃദയവിനെ ചുറ്റൽപ്പെട്ടിരുന്നു. ഈ പദമൊക്കെ പറയാൻ എനിക്ക് പേടിയാണ്. കുത്തുകൊള്ളുന്നവരൊക്കെ എന്ന് വെച്ചാൽ പിൻവാതിൽ കൂടി ഇറങ്ങി ഓടിക്കളയും. സ്തോത്രം. ആമേൻ. അന്ന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആൾക്കാർ വന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ദിവസം കൊട്ടിക്കര സഭ പറഞ്ഞു. കൊട്ടിക്കര സഭയിൽ ಹೇಳಿದ್ರು 100 പേരിരിക്കുക, 100 ಜನ ಕೂತಿದ್ದಾರೆ. പാസ്റ്റർ പ്രസംഗിക്കുക. ಪಾಸ್ಟರ್ ಪ್ರಸಂಗ ಮಾಡ್ತಾ ಇದ್ದಾರೆ. അപ്പോൾ ഒരാൾ എഴുതിയെന്ന് പറയാ, എന്നെ കുത്തി പറയാ. ಆವಾಗ ಒಬ್ಬರು ಎತ್ತಿ ಬಂದು ಹೇಳ್ತಾರೆ, ನನ್ನನ್ನು ಚುಚ್ಚು ಮಾತು ಮಾತಾಡ್ತಾ ಇದ್ದಾರೆ. എങ്ങനെയാ മനസ്സായി 100 പേരിൽ നിന്ന് ഈ പുള്ളിനെ കുത്തുന്നതെന്ന്? ಈ ವ್ಯಕ್ತಿಗೆ ಹೇಗೆ ಗೊತ್ತಾಯಿತು ನನ್ನನ್ನು ಚುಚ್ಚು ಮಾತು
200 പേരിൽ നിന്ന് എങ്ങനെയാ മനസ്സിലാവുന്നത് ഈ പുള്ളിനെ തന്നെ കുത്തുന്നെന്ന്? ಆಮೇ ಅಷ್ಟು ಜನರಿಂದ ಇವರಿಗೆ ಈತನಿಗೆ ಹೆಂಗ ಗೊತ್ತಾಗುತ್ತೆ ಅವನನ್ನೇ അദ്ദേഹമാണ് ആ കുത്തിന്റെ ഉടമസ്ഥൻ. ಯಾಕೆಂದ್ರೆ ಆ ಚುಚ್ಚು ಮಾತಿಗೆ ಹಾಲೆಲು ಅವಕಾಶದ ವ್ಯಕ್ತಿ ಅವನೇ ಆಗಿದ್ದಾನೆ. കാരണം ആ വ്യക്തിയാണ് ചെയ്തിരിക്കുന്നത്. ಹಾಲೆಲು ಆ ವ್ಯಕ್ತಿಯಾಗಿದೆ. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുമ്പോൾ, ದೇವರ ಆತ್ಮನು ನಮ್ಮೊಟ್ಟಿಗೆ ಮಾತಾಡುವಾಗ പാപം വിട്ട് മാനസാന്തരപ്പെടണോ, ನಾವು ಪಾಪ ಬಿಟ್ಟು ಮಾನಸಾಂತರ ಹೊಂದಬೇಕಾ, വചനത്തോട് എഴുത്തിട്ട് മറുതലിച്ച് ഓടിപ്പോണോ? ಇಲ್ಲ ವಾಕ್ಯ ಎದುರಾಗಿ വചനത്തോട് മറുതലിച്ച് ഓടിപ്പോണോ? എന്നോട് കുത്തി 3000 പേര് വരുന്ന യഹൂദന്മാർ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് കുത്തുകൊള്ളുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണം ഇപ്പോൾ? ಆಮೇ 3000 ಬರೆದ ಯಹೂದರು ಅವ್ರಿಗೆ ಅಲ್ಲಗನ್ನಟ್ಟಂತೆ ಆಗುವಾಗ ಅವರ ಹತ್ರ ಕೇಳ್ತಾ ಇದ್ದಾರೆ, ಸಹೋದರರೇ ನಾವು ಏನ್ ಮಾಡಬೇಕು ಎಂದು. വചനത്തിന് ശുദ്ധീകരിക്കുവാൻ അവകാശം കൊടുക്കണം. ಆಮೇ ವಾಕ್ಯಕ್ಕೆ ಶುದ್ಧೀಕರಣ ಮಾಡಕ್ಕೆ മനുഷ്യനെയോ ദൈവത്തെയോ പ്രസാദിപ്പിക്കേണ്ടത്. ನಾವೀಗ ಮನುಷ್ಯನೆಯೋ ದೇವರನ್ನೇ ಮೆಚ್ಚಿಸಬೇಕಾಗಿದೆ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വചനം നിങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെടുമ്പോൾ, ಆಮೇ ವಾಕ್ಯವು ನಿಮ್ಮೊಟ್ಟಿಗೆ പാപബോധമുണ്ടാകുമ്പോൾ, ನಿಮ್ಮಲ್ಲಿ ಪಾಪಬೋಧ അകൃത്യത്തെ തിരിച്ചു കാണിക്കുമ്പോൾ, ಆಮೇ ಅಗತ್ಯಗಳನ್ನು തെറ്റിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ನಿಮ್ಮೊಟ್ಟಿಗೆ ഞാൻ പാപിയാണ്, ನಾನು ಪಾಪಿಯಾಗಿದ್ದೇನೆ, തെറ്റിപ്പോയി, ನಾನು ತಪ್ಪಿ ಹೋಯಿತು, പലതിലും വീണുപോയി, ಹಲವಾರು ಸರಿ ക്ഷമിക്കണമേ, ಕ್ಷಮಿಸಬೇಕು, പാപക്ഷമ തരണേ, ಪಾಪ ಕ್ಷಮಾರ್ಪಣೆ വചനത്തിന് ಮಾಡಬೇಕು. ശുദ്ധീകരണം ഏറ്റെടുക്കണം. ಆಮೇ ಅದಕ್ಕೆ ಹೇಳಿದ ಇವಾಗ ಹಾಲೆಲೂಯ ವಾಕ್ಯವನ್ನು ಹೊಂದಿಕೊಳ್ಳಬೇಕು. അത് പമ്മി ഇരുന്നിട്ട് പോകാനല്ല, പമ്മി ഇരുന്നിട്ട് പോകാനല്ല, ಸುಮ್ಮನೆ ಬಂದು ಕೂತು ಹೋಗೋದಕ್ಕಲ್ಲ. സ്തോത്രം. ಆಮೇ പ്രൈസ് ദി ലോർഡ്. ಆಮೇ സ്തോത്രം. ಹಾಲೆಲೂಯ പ്രൈസ് ദി ലോർഡ്. ಹಾಲೆಲೂಯ. അതുകൊണ്ടാണ് യെശയ്യാവ് ഇങ്ങനെ പറഞ്ഞത്. ಆದ್ದರಿಂದ ಯೆಶಾಯನು ಹೀಗೆ ಹೇಳಿದರು. എന്താ പറഞ്ഞത്? 1-ാം അധ്യായത്തില് 1ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ಏನು തല ಹೇಳಿದರು? മുതല് കാല് വരെയും മുറിവുകളാ. എന്തിന്റെ ಆಮೇ മുറിവാ? ತಲೆಯಿಂದ ಕಾಲ್ವರೆಗೆ ಗಾಯಗಳಾಗಿದೆ. ഇസ്രായേലിന് തല മുതൽ കാല് വരെ എന്താ? ಇಸ್ರಾಯೇಲ್ ಜನರ ತಲೆಯಿಂದ ಕಾಲ್ವರೆಗೆ ಏನಾಗಿದೆ എന്ന് പറഞ്ഞാൽ മുകളിൽ ഇരിക്കുന്ന മറ്റേ മഹാപുരോഹിതം മുതല് ഏറ്റവും താഴെ കിടക്കുന്ന പുള്ളി വരെയും എവിടെ കിടക്കുക? പാവത്തിൽ കിടക്കുക. ಹಾಗೆ ಹೇಳಿದರೆ ಮಗ ಯಾಜಕನಿಂದ ಕೆಳಗೆ ಮಟ್ಟಿಗಿರಿದ ವ್ಯಕ್ತಿವರೆಗೆ ಪಾವದಲ್ಲಿ ಬಿದ್ದಿದ್ದಾನೆ. തല മുതൽ കാല് വരെയും ആമേൻ വ്രണവാ. ತಲೆಯಿಂದ ಕಾಲ್ವರೆಗೆ ವ್ರಣಗಳಿಂದ ತುಂಬಲ್ಪಟ್ಟಿದೆ. ഞെക്കി കഴുകിയിട്ടില്ല. ಹಾಲೆಲೂಯ. ಅದು ಶುದ್ಧಿ ಮಾಡಲಿಲ್ಲ. എന്താണ്? ಏನಂದ್ರೆ മുകളില് ഈ ബാൻഡേജ് ഒട്ടിച്ചിട്ടുണ്ട്, പക്ഷെ അകത്തെന്തോ പഴുപ്പാ. ಹಾಲೆಲೂಯ. ಮೇಲ್ಗಡೆ ಬಾಂಡೇಜ್ ಅನ್ನು ಅಂಟಿಸಿದ್ದಾರೆ, ಆದ್ರೆ ಒಳಗೆ ಏನಾಗಿದೆ? ಕೀವು ತುಂಬಿದೆ. ക്ലീൻഷേവുണ്ട്. ಆಮೇ ಹಾಲೆಲೂಯ. വെള്ളമുണ്ട്. ನೀರುಂಡು. തലയിൽ ആമേ നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ಹಾಲೆಲೂಯ. ತಲೆಯಲ್ಲಿ ಸ್ಕ್ರಾಪ್ ആഭരണമെല്ലാം ഊരിയിട്ടുണ്ട്. ಆಭರಣವೆಲ್ಲ ಬಿಚ್ಚಿದ್ದಾರೆ. മുകളിൽ ബാൻഡേജ് ഒട്ടിച്ചിട്ടുണ്ട്, ಮೇಲ್ಗಡೆ ಬಾಂಡೇಜ್ അകത്ത് ಆದರೆ ಒಳಗಡೆ കഴുകിയിട്ടില്ല. ಒಳಗೆ ವಾಶ್ ಮಾಡಲಿಲ್ಲ. പ്രവാചകൻ പറയുകയാണ്, ಪ್ರವಾದಿ ಹೇಳ್ತಾ ಇದ್ದಾರೆ, വ്രണം ചീഞ്ഞ് നാറി പഴുപ്പൊഴുകിക്കൊണ്ടിരിക്കുക. ಆತರ ಗಾಯಗಳಿಂದ ಕೆಟ್ಟ ವಾಸನೆ ಹೊಡ್ಕೊಂಡು ಕೀವುಗಳನ್ನು ತುಂಬಿ ಬಿಟ್ಟಿದೆ. അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? ಹಾಗಾಗಿ അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? തല മുതൽ കാല് വരെയും. ತಲೆಯಿಂದ ಕಾಲ್ವರೆಗೂ. വായിച്ചോ. തലയെല്ലാം രോഗം എന്ന് വെച്ചാൽ മുകളിൽ ടോപ്പിൽ കിടക്കുന്ന സകല രോഗത്തിലാണ്. ആമേൻ. പരിസായനും ശാസ്ത്രിയും മഹാപുരോഹിതനും രാജാവും ന്യായാധിപതിയും സാധുക്യനും ആമേൻ പഠിപ്പിക്കുന്നവനും അല്ലാത്തവനും സകലനും രോഗത്തിലായിരിക്കുകയാണ്. പാപത്തിന്റെ രോഗം. സകലരും രോഗದಲ್ಲಿ ಆಗಿದ್ದಾರೆ. അടുത്തത് ഹൃദയമെല്ലാം സ്തോത്രം. ഏനും സൗഖ്യം ಇಲ್ಲ. അയ്യോ, പാപത്തെ സൗഖ്യമേ ഇല്ല. ಪಾಪದಿಂದ ಸೌಖ್ಯವೇ ಇಲ್ಲ. വിളിക്കുന്ന യേശുവിനെയാ. ಆಮೇ ಕರೆಯುವುದು ಯೇಸು ಸ್ವಾಮಿನೇ ಆಗಿದ್ದಾರೆ. സമാധാനം കാണുന്നില്ല. ಸಮಾಧಾನವೂ ಕಾಣ್ತಾ ಇಲ್ಲ. ആരാധിക്കുന്ന ദൈവത്തെയാ. ಆರಾಧನೆ ಮಾಡುವುದು ದೇವರನ್ನೇ ಆಗಿದೆ. വിടുതലില്ല. ಅದರಲ್ಲಿ ಬಿಡುಗಡೆ ಇಲ್ಲ. എന്റെ ജനം അകൃത്യത്താൽ വേദനപ്പെട്ട് കിടക്കുകയാണ്. ಆമೇ ನನ್ನ ಜನರು അവരുടെ മുറിവുകൾ വെച്ചുകെട്ടപ്പെട്ടിട്ടില്ല. ಅವರ ಗಾಯಗಳನ್ನು കഴുകിയിട്ടില്ല. ಅದು ಸರಿಯಾಗಿ അവരുടെ പാപങ്ങളെ ഏറ്റുപറയാൻ ആരുമില്ല. ಅವರ ಪಾಪಗಳನ್ನು ಅರಿಕೆ കരയുകയാണ്. ಅವನು ಹೇಳ್ತಾ ಇದ್ದಾನೆ, ഹൃദയത്തിനകത്ത് വേദന, ನಿಮ್ಮ ಹೃದಯದೊಳಗೆ വ്രണം, ನಿಮ್ಮ ಹೃದಯದೊಳಗೆ ಗಾಯಗಳು. ഇത് പാപമാണ്. ಅದು ಪಾಪವಾಗಿದೆ. Hallelujah. Hallelujah. Praise the Lord. Amen. Hallelujah. Hallelujah.
അകത്തെ മനുഷ്യൻ രക്ഷപ്പെടണം അല്ലേ? ನಮ್ಮ ಒಳಗೆ ಮನುಷ್ಯನು ಹಾಲಲ್ಲಿ ರಕ್ಷಣೆ ಹೊಂದಬೇಕಲ್ಲ. മുഖം ഒടിയണം, ಹಾಲಲ್ಲಿ ನಮ್ಮ ಮುಖಗಳೆಲ್ಲ പാപത്തിന്റെ മുഖം ഒടിയണം, ಪಾಪದ ಮುಖಗಳೆಲ್ಲ ಒಡೆಯಲ್ಪಡಬೇಕು, സ്വതന്ത്രനാകണം. ಆತ್ಮವ ಸ್ವತಂತ್ರವಾಗಬೇಕು. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ, ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯ. സ്തോത്രം. ആമേൻ. ഒത്തിരി വിശദീകരിക്കാനുണ്ട്. ತುಂಬಾ ವಿಶದೀಕರಣ ಮಾಡೋದಕ್ಕುಂಟು. അപ്പോൾ എന്തൊക്കെയാണ് മരുന്ന്? ಏನೇನಾಗಿದೆ ಮದ್ದು? രക്തം, ಯೇಸುವಿನ ರಕ್ತವು, പ്രൈസ് ലോർഡ്, മുറിവുകൾ, ಯೇಸುವಿನ ಗಾಯಗಳು, ആമേൻ, പരിശുദ്ധാത്മാവ്, ಅಪವಿತ್ರಾತ್ಮನು, വചനം, ವಾಕ್ಯವು. പ്രാർത്ഥന നമ്മളെ ശുദ്ധീകരിക്കുന്ന ബൈബിളിലുണ്ട്. ಪ್ರಾರ್ಥನೆ ನಮ್ಮನ್ನು ಶುದ್ಧೀಕರಣ ಮಾಡ್ತಾರೆ. പ്രാർത്ഥന എന്ന പദം നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ರೆ ಹೀಗೆ ಚಿಂತೆ ಮಾಡಿ, ഞാൻ ക്ഷമിക്കാൻ തയ്യാറായാൽ, ನಾನ್ ಕ್ಷಮೆ ಕೊಡುವುದಕ್ಕೆ ರೆಡಿ ಆಗಿದ್ರೆ, എന്റെ മുറിവുകൾ ദൈവം, അകത്തെ മുറിവുകൾ ദൈവം ಆಮೇಲೆ പുറത്തെ സൗഖ്യം ഉണ്ടാവും. ಆಮೇಲೆ ನಮ್ಮ ಒಳಗೆ ಇರದ ಗಾಯಗಳನ್ನು ದೇವರು ಕಟ್ಟುತ್ತಾರೆ, ಒಳಗೆ ಸೌಖ್ಯ നിങ്ങളുടെ ಉಂಟಾಗುತ್ತದೆ. പാപങ്ങൾ നിങ്ങൾ ക്ഷമിപ്പിൻ, നിങ്ങളോട് ക്ഷമിക്കും. ಆಮೇಲೆ ನಿಮ್ಮ ಪಾಪ ಮಾಡಿದ್ರೆ നിങ്ങൾ ക്ഷമിക്കുന്ന പോലെ മറ്റുള്ള പാപങ്ങൾ നിങ്ങൾ ക്ഷമിപ്പിൻ, നിങ്ങളോട് എന്ത് ചെയ്യും? ക്ഷമിക്കും. ಬೇರೆಯವರು ನಿಮ್ಮ ಮೇಲೆ ಮಾಡಿದ ತಪ್ಪುಗಳು ನೀವು പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ಸಮರ್ಪಣೆ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ಪ್ರಾರ್ಥನೆ ಅಂತ ಹೇಳಿದ್ರೆ മറ്റേ പരീക്ഷ വന്ന് പ്രാർത്ഥിച്ച പോലെ വന്നിരുന്ന് പ്രാർത്ഥിക്കല്ല. ಪರಿಸಯನ್ ಬಂದು ಪ್ರಾರ್ಥನೆ ಮಾಡಿದ ರೀತಿಯಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡಬಾರದು. ചുറ്റുവട്ടമുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ಆತನ ಸುತ್ತಮುತ್ತಲಿರುವ ಎಲ್ಲರಿಗೂ വേണ്ടി ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ചുങ്കക്കാരൻ ഇരിക്കുന്നു, ಆಲಲ್ಲಿ ಪಕ್ಕದಲ್ಲಿ ಸುಂಕದ ಕೂತಿದ್ದಾನೆ, വലത്ത് പാവി നിൽക്കുന്നു, ಆಲಲ್ಲಿ ಬಲಗಡೆ ಬೇರೆಯವನು ಕೂತಿದ್ದಾರೆ, പ്രൈസ് ലോർഡ്, പുറകെ ഭിക്ഷക്കാരൻ നിൽക്കുന്നു, ಆಲಲ್ಲಿ ಹಿಂದುಗಡೆ ಭಿಕ್ಷೆ ಬೇಡವನಿದ್ದಾನೆ. ആമേൻ. ഇങ്ങനെ ഈ പുള്ളി നോക്കുന്ന മുഴുവൻ പാവങ്ങളാണ്. ಆಲಲ್ಲಿ ಈತನು ನೋಡುವುದೆಲ್ಲ ಪಾಪಗಳಾಗಿದೆ. പ്രാർത്ഥിച്ചാൽ പാവി പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കണം. ಆಲಲ್ಲಿಯ ಪ್ರಾರ್ಥನೆ ಮಾಡಿದರೆ ಒಂದು ಪಾಪಿ ಪ್ರಾರ್ಥನೆ ಮಾಡುವಂತೆ ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು. കർത്താവേ, ഞാൻ പാവിയാണ്, ಕರ್ತನೆ ನಾನೊಂದು ಪಾಪಿಯಾಗಿದೆ, തിരുമുഖത്തേക്ക് നോക്കാൻ ഒരു യോഗ്യതയില്ല, ನಿನ್ನ ಮುಖಕ್ಕೆ ನೋಡುವುದಕ್ಕೆ ನನಗೆ ಯಾವುದೇ ಯೋಗ್ಯತೆ ಇಲ್ಲ. അവൻ മാറത്തടിക്കുകയാണ്. ಆಮೇಲೆ ಆತನು ಹಾಲು ಎದೆಯಲ್ಲಿ ಹೊಡಿತಾ Praise the ಇದ್ದಾನೆ. Lord. ಆಮೇಲೆ ആ പ്രാർത്ഥന നിങ്ങളെ ശുദ്ധീകരിക്കും. ಆ ಪ್ರಾರ್ಥನೆ ನಮ್ಮನ್ನು ಶುದ್ಧೀಕರಣ ಮಾಡುತ್ತದೆ. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ മരുന്ന് എന്തൊക്കെയാണ്? ಆಮೇಲೆ ಏನೇನಾಗಿದೆ ಮದ್ದು? പഠിക്കാൻ വേണ്ടി പറയാ കേട്ടോ, അതാ ആവർത്തിക്കുന്നത്. ಆಮೇಲೆ പഠിക്കാൻ വേണ്ടിയാ പറയുന്നത്. ನೀವು ಅದು ಕಲಿಯುವುದಕ್ಕೋಸ್ಕರನೇ ಪದೇ ಪದೇ ಹೇಳ್ತಾ ಇರುವುದು. രക്തം പൂർണ്ണമായി ശുദ്ധീകരിക്കും. ಆಮೇಲೆ ಯೇಸುವಿನ ರಕ್ತವು ಪೂರ್ಣವಾಗಿ ಶುದ್ಧೀಕರಣ ಮಾಡುತ್ತಾರೆ. ഒരിക്കലായി ശുദ്ധീകരിക്കുന്ന രക്തം, ಆಮೇಲೆ ಪೂರ್ಣವಾಗಿ ಶುದ್ಧೀಕರಣ ಮಾಡಿದ പരിശുദ്ധാത്മാവ് പിന്നെയും പിന്നെയും ശുദ്ധീകരിക്കും. ಪವಿತ್ರಾತ್ಮನು ನಮ್ಮನ್ನೇ ಮತ್ತೆ ಮತ್ತೆ ಶುದ್ಧೀಕರಣ ಮಾಡ್ತಾರೆ. സ്തോത്രം. ಆಮೇಲೆ ഹല്ലേലൂയ. ആമേൻ. വചനം നിങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. ವಾಕ್ಯವು ನಮ್ಮನ್ನೇ ಶುದ್ಧೀಕರಣ ಮಾಡ್ತಾ ಇರುತ್ತದೆ. പ്രാർത്ഥന ശുദ്ധീകരിക്കും. ಪ್ರಾರ್ಥನೆ ಶುದ್ಧೀಕರಣ ಮಾಡ್ತಾರೆ. പിന്നെ എന്താ ഒരു കാര്യം കൂടി പറഞ്ഞല്ലോ, മുറിവുകൾ, മുറിവുകൾ. ಆಮೇಲೆ ಯೇಸುವಿನ ಗಾಯಗಳು ನಮ್ಮನ್ನು ಶುದ್ಧೀಕರಣ ಮಾಡ್ತಾರೆ. Praise the Lord. ಆಮೇಲೆ ഇപ്പൊ അകത്തെ മനുഷ്യനെ ഡെലിവറൻസ് ചെയ്യാൻ പോവാണ്. ಆಮೇಲೆ ನಮ್ಮ ಒಳಗೆ ಮನುಷ್ಯನಿಗೆ ಬಿಡುಗಡೆ ಕೊಡಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದಾರೆ. ആർക്കും പറ്റിയല്ല, ಅದು ಯಾರಿಗೂ ಸಾಧ್ಯವಲ್ಲ. നിങ്ങളുടെ തീരുമാനങ്ങളാണ് നിങ്ങളുടെ വിടുതലിന് കാരണമാകുന്നത്. ಆಮೇಲೆ ನಿಮ್ಮ ತೀರ್ಮಾನಗಳಾಗಿದೆ ನಿಮ್ಮ നിങ്ങളുടെ ಬಿಡುಗಡೆಗೆ തീരുമാനങ്ങൾ ಆಧಾರ. മാത്രമാണ് വിടുതലാകുന്നത്. ನಿಮ್ಮ ತೀರ್ಮಾನಗಳು ಮಾತ್ರವಾಗಿದೆ ಅದಕ್ಕೆ ಆಧಾರವು. Praise the Lord. ആമേൻ. അങ്ങനെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ടാൽ, ಆಮೇಲೆ ನಿಮ್ಮ ಒಳಗೆ ಮನುಷ್ಯನು ಶಕ್ತಿಯಿಂದ ಬೆಲೆ ಹೊಂದಿದರೆ, അകത്തെ മനുഷ്യൻ ബലപ്പെട്ടാൽ ನಿಮ್ಮ ಒಳಗೆ ಮನುಷ್ಯನು ಬೆಲೆ ಹೊಂದಿದರೆ സാത്താന്റെ ദുഃഖങ്ങൾ ഒടിയും. ಆಮೇಲೆ ಸೈತಾನನ ದೂಖಗಳು ಒಡೆಯಲ್ಪಡುತ್ತದೆ. നിങ്ങളുടെ ശുശ്രൂഷകൾ ഏറ്റെടുക്കും. ಆಮೇಲೆ ನಿನ್ನ ಶುಶ್ರೂಷೆಗಳು ಹೊಂದಲ್ಪಡುತ್ತದೆ. നിങ്ങളുടെ പ്രാർത്ഥന യഥാസ്ഥാനപ്പെടും. ನಿಮ್ಮ ಪ್ರಾರ್ಥನೆ ಯಥಾಸ್ಥಾನ നിങ്ങളുടെ ಹೊಂದುತ್ತದೆ. ആരാധന തിരിച്ചു വരും. ನಿಮ್ಮ ಆರಾಧನೆ ವಾಪಸ್ നിങ്ങളുടെ ಬರುತ್ತದೆ. വചനം തിരിച്ചു വരും. ನಿಮ್ಮ ವಾಕ್ಯವು ನಿಮಗೆ ವಾಪಸ್ നിങ്ങളുടെ ಸಿಗುತ್ತದೆ. വിശുദ്ധി തിരിച്ചു വരും. ನಿಮ್ಮ ವಿಶುದ್ಧಿ ವಾಪಸ್ ಬರುತ್ತದೆ. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ഈ അകത്തെ മനുഷ്യൻ ಈ ಒಳಗೆ ಮನುಷ್ಯನು ഈ മരുന്നിന് സൗഖ്യമാകട്ടെ. ಈ ಮತ್ತುಗಳಿಂದ ഞാൻ പിന്നെ ವಾಸಿಯಾಗಲಿ. പറയുകയാണ്, ನಾನು ಮತ್ತೆ ಹೇಳ್ತೀನಿ, ഗിലെയാദിലെ വൈദ്യ, ಗಿಲೆಯಾದಿನ ವೈದ್ಯನೇ, എന്റെ യേശുവേ, ನನ್ನ ಯೇಸುವೇ, കാൽവരിയിലേക്ക് നോക്കുകയാണ്, ನಾನು ನಿನ್ನನ್ನೇ ನೋಡ್ತಾ ಇದ್ದೀನಿ, മുറിവുകളിലേക്ക് നോക്കുകയാണ്, ಗಾಯಗಳಿಗೆ ನೋಡ್ತಾ ಇದ್ದೀನಿ, രക്തത്തിലേക്ക് നോക്കുകയാണ്. ರಕ್ತದಲ್ಲಿ ನೋಡ್ತಾ ಇದ್ದೀನಿ. ഞങ്ങളെ ശുദ്ധീകരിക്കാം. ನಮ್ಮನ್ನು ಶುದ್ಧೀಕರಣ ಮಾಡಿರಿ. ಆಮೆನ್ ಜೀಸಸ್. ആത്മാവ് രോഗത്തിൽ നിന്ന് മാറട്ടെ. ಆಮೇಲೆ ಆತ್ಮವು ആത്മാവ് രോഗത്തിൽ നിന്ന് മാറട്ടെ. ಆತ್ಮವು ರೋಗದಿಂದ ಬಿಡುಗಡೆ ಹೊಂದಲಿ. അസൂയ, ಅಸೂಯೆ, പക, ಹಗತನೆ, പിണക്കം, ಹಾಲೆಲೂಯ, ಅಗತ್ സ്തോത്രം, ആമേൻ. വിഗ്രഹാരാധന, ವಿಗ್ರಹಾರಾಧನೆ, സ്തോത്രം, ദുർനടപ്പ്, ಆಮೇಲೆ ದುರ್ನಡತೆ, ഭോഷ്ക, ಆಮೇಲೆ ಭೋಷ್ಕು, ഞങ്ങളുടെ ആത്മാവിനെ രോഗിയാക്കുന്ന ನನ್ನ ಆತ್ಮನನ್ನು എല്ലാ ರೋಗಿಯಾಗಿ രോഗത്തിൽ നിന്ന് ಮಾರ್ಪಡಿಸುವ മോചിപ്പിക്കണമേ. ಎಲ್ಲ ರೋಗದಿಂದ ನನಗೆ ಬಿಡುಗಡೆ ಕೊಡಿ ದೇವರೇ. ಆಮೆನ್ ಜೀಸಸ್. Praise the Lord. ಅರ್ತಲ್ ಚೂಡರ ಬಲ್ಕಡವಾಲಗನಗರ ವರ್ಷಸ್. ഉടമന ಅದರಗಡದು ಬರಾಜಗಲ್ ಪರಿಗಾಲಗನಗರ ವರ್ಷಸ್. ഓരിയൽ ഖടത്തെ. ರೇಖೆ ವಾಲಿರ ವಾಲಗಡ ವರ್ಷಸ್. ഹല്ലേലൂയ.
അധരം മടകംബരത ജീവൽ കടബാലകനകരവശ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. യേശു പറഞ്ഞു, ഞാൻ പറയുകയാണ്, ಯೇಸು ಸ್ವಾಮಿ ಹೇಳಿದ್ದು ನಾನು ಹೇಳ್ತೀನಿ, എന്നോട് വന്ന് പഠിപ്പി, ನನ್ನ ಹತ್ರ ಬಂದು ಕಲಿಯಿರಿ, നിങ്ങളുടെ ആത്മാക്കൾ ആശ്വാസം പ്രാപിക്കും. ನಿಮ್ಮ ಆತ್ಮಕ್ಕೆ ಆಶ್ವಾಸವನ್ನು ಉಂಟಾಗುತ್ತದೆ. ഹല്ലേലൂയ. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് അകത്തെ മനുഷ്യനാണ് കാര്യം. ನಮ್ಮ ಒಳಗೆ ಮನುಷ್ಯನಾಗಿದೆ ಕಾರ್ಯವಿರುವುದು. ಸ್ತೋತ್ರ. ಆಮೆನ್. അകത്തെ മനുഷ്യനോടാണ് നമുക്ക് കാര്യമുള്ളത്. ನಮ್ಮ ಒಳಗೆ ಮನುಷ್ಯನ ಹತ್ರ ಆಗಿದೆ ನಮಗೆ നമ്മുടെ ವಿಷಯ ആത്മാവ് വിടുവിക്കപ്പെടണം. ನಮ್ಮ ಆತ್ಮ ಬಿಡುಗಡೆ ಹೊಂದಬೇಕು. പ്രാർത്ഥനാ മനുഷ്യനാകണം. ಆಮೆನ್. ಪ್ರಾರ್ಥನಾ അവൻ ಮನುಷ್ಯ, ആരാധനാ മനുഷ്യനാകണം. ಒಂದು ಆರಾಧನಾ ಮನುಷ್ಯನಾಗುವುದಕ್ಕೆ, ആരാധിക്കാൻ വിടത്തില്ല. ಆರಾಧನೆ ಮಾಡುವುದಕ್ಕೆ അകത്ത് ಬಿಡುವುದಿಲ್ಲ. ശക്തി ഉണ്ടെങ്കിൽ ആരാധിക്കാൻ പറ്റൂ. ಒಳಗೆ ಶಕ್ತಿ ಇದ್ರೆ ತಾನೇ ಆರಾಧನೆ പ്രാർത്ഥിക്കാൻ ಮಾಡೋದು. പറ്റത്തില്ല. ಪ್ರಾರ್ಥನೆ ಮಾಡೋದಕ್ಕೆ ಆಗ್ತಾ ಇಲ್ಲ. അകത്ത് ശക്തി ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റൂ. ಒಳಗೆ ಶಕ್ತಿ ಇದ್ರೆ ತಾನೇ ಪ್ರಾರ್ಥನೆ ಮಾಡೋದು. ആമേ. ശത്രുവിനെ എതിർക്കാൻ പറ്റുന്നില്ല. ಶತ್ರುವಿಗೆ ವಿರುದ್ಧವಾಗಿ ನಿಲ್ಲಕ್ಕೆ ಅಗತ್ಯ ಸಾಧ್ಯವಾಗ್ತಾ ಇಲ್ಲ. ಬಲ. ಒಳಗೆ ಬಲಪಡಬೇಕು. ഒടുവിൽ അവന്റെ ആമേ കൃപയിലും അമിത ശക്തിയിലും ബലപ്പെടുവിൻ. അകത്ത് ബലമുണ്ടെങ്കിൽ ശത്രുവിനെ പരാജയപ്പെടുത്താം. ಹಾಲೆಲೂಯ. ಕೊನೆಯದಾಗಿ ಆತನಲ್ಲಿ ಆತನ ಕೃಪೆಯಲ್ಲಿ ಶಕ್ತಿ ಹೊಂದಿರಿ. ಒಳಗೆ ಬಲವಿದ್ರೆ ಶತ್ರುವಿಗೆ ವಿರುದ್ಧವಾಗಿ ನಿಲ್ಲಕ್ಕಾಗುತ್ತದೆ. Praise the Lord. ಆಮೆನ್. അകത്തെ മനുഷ്യൻ രോഗങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കട്ടെ. ಆಮೆನ್. ಒಳಗೆ ಮನುಷ್ಯನ രോഗത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ಆತ್ಮಗಳ ರೋಗದಿಂದ ಬಿಡುಗಡೆ ആത്മാവിന്റെ ಹೊಂದಿಕೊಳ್ಳಿ. മുറിവുകൾ മാറിപ്പോട്ടെ. ಆತ್ಮನಲ್ಲಿರುವ ಗಾಯಗಳು ನೀಗಿ ಹೋಗಲಿ. സ്തോത്രം. ಆಮೆನ್. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ, ಕೀರ್ತನಕಾರರು ಹೇಳುವ എന്നാൽ ರೀತಿ, നീ ഒടിച്ച അസ്ഥികൾ സന്തോഷിക്കും. ಆಮೆನ್. എന്നാൽ നീ ഒടിച്ച അസ്ഥികൾ സന്തോഷിക്കും. ನೀನು ಹೊಡೆದಿದ್ದ ಅಸ್ಥಿಗಳನ್ನು എന്റെ മജ്ജകൾ ಸಂತೋಷಪಡಿಸುತ್ತದೆ. ആനന്ദിക്കും. ನನ್ನ ಮಜ್ಜಗಳು യഹോവയിലുള്ള സന്തോഷം അത്രേ നമ്മുടെ ബലം. ആ സന്തോഷം എനിക്ക് തിരിച്ചു തരണമേ. ആ സന്തോഷം തിരിച്ചു തരണമേ. പാപത്തിന്റെ കെട്ടുകൾ വിടിവിക്കണമേ. പാപാന്റെ കാലത്തിൽ വിടിവിക്കണമേ. സാത്താന്റെ കുതന്ത്രത്തിൽ വിടിവിക്കണമേ. ബലഹീനതയിൽ വിടിവിക്കണമേ. യേശുവേ, 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 യേശുവേ. യേശുവേ. ഓറി ബാലനഹസെ കേലാരവശം ദൽഖടി വരവശ. ഹല്ലേലൂയ. അധര ജാലകം ദക്ഷമാരവശ. സൗഖ്യം പ്രാപിച്ച് ഞാൻ പറഞ്ഞല്ലോ. ಸೌಖ್ಯವಾಗಲಿ. ഞാൻ പറഞ്ഞു. ಆಮೆನ್. ഞാനൊരു കാര്യം പറഞ്ഞു. ನಾನೊಂದು ವಿಷಯ ಹೇಳಿದ್ರು. ഞാനൊരു കാര്യം പറഞ്ഞു. ನಾನೊಂದು ವಿಷಯ ಹೇಳಿದೆ. അവന്റെ പാപം മോചിക്കപ്പെട്ടപ്പോൾ, ಆತನ ಪಾಪವು ವಿಮೋಚನೆ ಆಗುವಾಗ, മോചിക്കപ്പെട്ടപ്പോൾ ಆ ಪಾಪಕ್ಕೆ ವಿಮೋಚನೆ ಆಗಿದವ, അവൻ തളർവാദ രോഗത്തിൽ നിന്ന് എഴുന്നേറ്റാണ്. ಆತನ ಪಾರ್ಶ್ವವಾದ ರೋಗದಿಂದ ಎತ್ತಿದ್ದಾನೆ. ആത്മാവിന്റെ വിടുതൽ ಆಮೆ ಆತ್ಮನಲ್ಲಿ ನಡೆದಿದ್ದ ಬಿಡುಗಡೆ ശരീരത്തിന് വിടുതൽ കാരണമാകാം. ಆಮೆ ಶರೀರದಲ್ಲಿ ಅದು ಕಾಣಲ್ಪಡಬೇಕು. Praise the Lord. ಆಮೆ അത് കാരണമാകാം. ಹಾಲಲ್ಲಿ ಅದು ಕಾಣಕ್ಕಾಗುತ್ತದೆ, ನೋಡ್ಬೇಕಾಗುತ್ತದೆ. ಆಮೆ എത്ര പേർ ആത്മാവിനെ ഏൽപ്പിക്കും? ಎಷ್ಟು ಜನರು എത്ര പേർ ആത്മാവിനെ ദൈവങ്ങൾ ഏൽപ്പിക്കും? ಆಮೆ എത്ര പേർ ആത്മാവിനെ ദൈവങ്ങൾ ഏൽപ്പിക്കും? ಎಷ್ಟು ಜನರು ಆತ್ಮನನ್ನು ದೇವರ ಕರದಲ್ಲಿ ಒಪ್ಪಿಸಿಕೊಡ್ತೀರಾ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ಎಷ್ಟು ಜನರು? ಎಷ್ಟು ಜನರು? എനിക്ക് പുറത്തെ രോഗമല്ല വിഷയം, ನಿಮ್ಮ ಹೊರಗೆ എനിക്ക് ರೋಗವಲ್ಲ അകത്തെ ವಿಷಯ. രോഗമാണ് വിഷയം. ನಿಮ್ಮ ಒಳಗೆ എനിക്ക് ಮನುಷ್ಯನಿಗೆ അകത്തെ രോഗമാണ് വിഷയം. ನಿಮ್ಮ ಒಳಗೆ എന്റെ അകത്തെ രോഗമാണ് വിഷയം. ನಿಮ್ಮ ಒಳಗೆ ರೋಗವಾಗಿದ್ದ ವಿಷಯವು. ಆಮೆನ್. ഉറബല ശബലഘടക ജലഘടക പ്രവാദിക. കർത്താവെ രക്ഷിക്കണമേ. ಕರ್ತನೇ ನಮ್ಮನ್ನು ರಕ್ಷಿಸಬೇಕು. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെടും. ಕರ್ತನನ್ನು ಕೂಗಿ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെടും. ಕರ್ತನನ್ನು എത്ര ಕರೆಯುವ പേർ ಎಲ್ಲರೂ വിളിച്ചപേക്ഷിക്കും? ರಕ್ಷಣೆ ಹೊಂದುತ್ತಾರೆ. കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെടും. ಕರ್ತನನ್ನು ಕೂಗಿ ಅಪೇಕ್ಷೆ ಮಾಡುವ ಎಲ್ಲರೂ ರಕ್ಷಣೆ ಹೊಂದುತ್ತಾರೆ. എത്ര പേർ വിളിച്ചപേക്ഷിക്കും? ಎಷ್ಟು ಜನರು ಆತನ ಕೂಗಿ ആരും ആരെയും നോക്കണ്ട, ಯಾರು ആരും ആരെയും നോക്കണ്ട. ಯಾರು ಯಾರನ್ನ കർത്താവിനെ വിളിച്ചേ, ಕರ್ತನಲ್ಲಿ കർത്താവിനെ വിളിച്ചേ, ಕರ್ತನನ್ನು ഒന്ന് ಕೂಗಿ വിളിച്ച് അപേക്ഷിച്ചേ. ಕರ್ತನನ್ನು ಕೂಗಿ ആത്മബന്ധങ്ങൾ ಅಪೇಕ್ಷಿಸಿ തുറക്കപ്പെടട്ടെ. ആത്മാവ് ആത്മാവ് സ്വതന്ത്രമാകട്ടെ. ആത്മാവ് സ്വതന്ത്രമാകട്ടെ. ആത്മാവിന്റെ കെട്ടുകൾ പൊട്ടട്ടെ. ആത്മാവിന്റെ വിടുതൽ. ആത്മബന്ധനങ്ങൾ പൊട്ടട്ടെ. ആമേൻ. നസ്രായന്റെ നാമത്തില് ശത്രുവിന്റെ ബലങ്ങൾ തകരട്ടെ. അവന്റെ കെട്ടുകൾ മുറിഞ്ഞു പോട്ടെ. ആമേൻ. യേശുവിന്റെ നാമത്തില് ഇന്ന് പകൽക്കാലം വിടുവിക്കണമേ കർത്താവേ. ആത്മശക്തിയെ പകരണേ കർത്താവേ. ಆಮೆನ್. ഉറബാബാബാ ಕರ್ತನೇ ತನ್ನ ಶಕ್ತಿಯನ್ನು ಸುರಿಸಿರಿ. ಅಹಾಬಲ ರೇಬಲ್ ಕಡವ ಶಂದಲ್ ಕಡಿ ಬರಗಶಸ್ ಅಧರ ಜಾನಗಂ ದಲ್ ಕಡಿ ಬಾಲಗ ನಗರವಶ ರಿಹವಾನಿ ಹಾರ ಸೇವಲ್ ಕಡಿ ಬಾಲಗ ನಗರವಶ ಅಧರಂ ಬಡಗಂ ಬರಗಂ ಚುಬಲಂ ಕಡವಲ್ ತುಡಿಗಂ ആമേൻ. ഹല്ലേലൂയ. നമുക്കൊരു വാക്കിൽ പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം എത്ര പേര് സമർപ്പിച്ച് പ്രാർത്ഥിക്കും? ಎಷ್ಟು ഈ ಜನರು പ്രാർത്ഥന ಸಮರ್ಪಣೆ ಮಾಡಿ നടക്കുമ്പോൾ ಪ್ರಾರ್ಥನೆ ഈ ಮಾಡುತ್ತಾರೆ. പ്രാർത്ഥന അടിവാ സമർപ്പിച്ച് പ്രാർത്ഥന മടുവെക്കും. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന നടക്കുമ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ആമേൻ. അകത്ത് ആത്മാവുണ്ട്,
ആത്മാവിന് സ്വാതന്ത്ര്യം വേണം. ಒಳಗೆ ಆತ್ಮವುಂಟು, ಆತ್ಮನ ಸ್ವಾತಂತ್ರ್ಯ ആത്മാവ് പാപത്തിൽ നിന്ന് രക്ഷപ്പെടണം. ಆತ್ಮವು ನಮ್ಮ ಪಾಪದಿಂದ ತಪ್ಪಿಸಬೇಕು, അശുദ്ധിയിൽ നിന്ന് വിടുവിക്കപ്പെടണം. ಅಶುದ್ಧಿಯಿಂದ ಬಿಡುಗಡೆ ಹೊಂದಬೇಕು. മരണകരമായ പാപമുണ്ട്, ಮರಣಕರವಾದ ಪಾಪಗಳು, മരണകരമായ അവസ്ഥയിൽ നിന്ന് ആത്മാവ് വിടുവിക്കപ്പെടണം. ಮರಣಕರವಾದ ಅವಸ್ಥೆಗಳಿಂದ ದೇವರು ಬಿಡುಗಡೆ ಕೊಡಬೇಕು. കർത്താവ് ഇന്ന് വന്നാൽ, ಕರ್ತನು ಇವತ್ತು ಬಂದರೆ, ഇന്ന് വന്നാൽ ಇವತ್ತು ಬಂದರೆ നമ്മൾ നിത്യതയിലെത്തണം. ನಾವು ನಿತ್ಯದಲ್ಲಿ ಕಾಣಬೇಕು. ആത്മാവിൽ കന്മഷം ഉണ്ടാകാൻ പാടില്ല. ಆಮೇಲೆ ಆತ್ಮನಲ್ಲಿ ಕಲ್ಮಶ ಇಡಬಾರದು. ദൈവത്തിന് സ്തോത്രം, ಆಮೇಲೆ ദൈവത്തിന് സ്തോത്രം. ದೇವರಿಗೆ ಮಹಿಮೆ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥന ಮಾಡಿ.